നമ്മളെ സഹായിക്കട്ടെ. ഗലാത്യർക്കെഴുതിയ ലേഖനം വളരെ ചെറിയ, എല്ലാവർക്കും പരിചിതമായ ഒരു ഭാഗമാണ്. ഗലാത്യർക്കെഴുതിയ ലേഖനം 4-ാമത് അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു വാക്യത്തെ ചിന്തിച്ചുകൊണ്ട് ഈ രാത്രിയിൽ ദൈവം തന്ന മാറ്റമില്ലാത്ത സത്യത്തെ പ്രസ്താവിക്കുവാനായിട്ട് കർത്താവ് ശരണപ്പെടുക. ഗലാത്യർക്കെഴുതിയ ലേഖനം 4-ാമത് അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങളിൽ, ഗലാത്യർക്കെഴുതിയ ലേഖനം 4-ാമത് അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടത് തന്നെ. അവിടെ നാം വായിക്കുകയാണ്, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവിടുന്ന് ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെയാണ്. അപ്പം കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് നാം ഇവിടെ കാണുകയാണ്. എപ്പോഴാണ് ക്രിസ്തു ജനിച്ചത് എന്ന് കാണുന്നു. കാലസമ്പൂർണതയാണ്. രാഷ്ട്രീയമായിട്ടും സാമൂഹ്യമായിട്ടും സാംസ്കാരികമായിട്ടുമെല്ലാം ആ കാലഘട്ടം ഒരുങ്ങി കർത്താവിനെ വരവേൽക്കാൻ വേണ്ടി. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നമുക്ക് വേണ്ടി നിയോഗിച്ചയച്ചു. ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടത് തന്നെ എന്ന് കാണുകയാണ്. ലോകമെമ്പാടും ആ കാലസമ്പൂർണതയിൽ അരുമനാഥൻ പിറന്നതിൻ്റെ ഓർമ്മകൾ പുതുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ചിന്തകൾ പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി നമുക്ക് വേണ്ടി പിതാവാൻ ദൈവം അയക്കുകയാണ്. എന്തിനയച്ചെന്ന് നാം കണ്ടു. അങ്ങനെ തിരുപ്പിറപ്പയ്ക്ക് വേണ്ടി ആ കാലങ്ങൾ ഒരുങ്ങുമ്പോൾ, അതിനുവേണ്ടിയുള്ള ചിട്ടവട്ടങ്ങൾ ക്രമീകരിക്കപ്പെടുമ്പോൾ ഒരു കുടുംബത്തെ നാം അവിടെ കാണുന്നുണ്ട്. ജോസഫിനെയും മറിയത്തെയും കുടുംബം. മത്തായിയും ലൂക്കോസും ഒക്കെ ആ ഭാഗങ്ങൾ സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജോസഫിനെ നാം അവിടെ കാണുന്നു, മറിയത്തെ അവിടെ കാണുന്നു. അങ്ങനെ ജോസഫ് മറിയം ദമ്പതികൾ, ജോസഫിൻ്റെ വിവാഹ നിശ്ചയം മറിയവുമായിട്ട് കഴിഞ്ഞിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭവതിയാകുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 1-ാമത് അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ കാണുന്നു, അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ ഇഷ്ടമില്ലായക കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിക്കാൻ ഭാവിക്കുക. അവിടെ ഭർത്താവിനെക്കുറിച്ച്, ജോസഫിനെക്കുറിച്ച് പറയുന്ന ഒരു വാക്ക് കണ്ടു. അവൻ നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ മനസ്സില്ലായകൊണ്ടും അവളെ ഗൂഢമായിട്ട് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയായപ്പോൾ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്ന ആ സ്ത്രീ ഗർഭവതിയാകുക. അതറിഞ്ഞപ്പോൾ ജോസഫ് ചെയ്ത ഒരു കാര്യത്തെ 19-ാമത്തെ വാക്യത്തിൽ കാണുന്നു. ജോസഫ് നീതിമാനാകൊണ്ട്, ഒരു മനുഷ്യൻ നീതിമാനാണെന്ന് ദൈവം ഒരു സാക്ഷ്യം കൊടുക്കുക. ചെറിയൊരു സാക്ഷ്യമല്ലത്. ഒരു മനുഷ്യൻ നീതിമാനാണെന്ന് സാക്ഷ്യം കൊടുക്കുക. അപ്പോൾ തിരുപ്പിറവയ്ക്ക് വേണ്ടി ജോസഫ് മറിയം ദമ്പതികൾ ഒരുങ്ങുമ്പോൾ അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട കുടുംബത്തിലെ പിതാവിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നൊരു വാക്ക് നീതിമാൻ എന്നൊരു വാക്കാണ്. എന്തായിരിക്കാം നീതിമാൻ എന്നുള്ള വാക്ക് കൊടുക്കാൻ ശാന്തനായ ഒരു മനുഷ്യനാണ് ജോസഫ് അധികം സംസാരിച്ചതായിട്ടൊന്നും വേദപുസ്തകത്തിൽ കാണുന്നില്ല. എങ്കിലും ദൂതൻ ഇടപെടുന്നതെല്ലാം ജോസഫിനോടാണ്. യേശു കർത്താവിന് പേരിട്ടത് ജോസഫാണ്. അവിടുന്ന് പോയത് ആ രാജാവ് കൊല്ലാൻ ഭാവിച്ചപ്പോൾ കുഞ്ഞുമായിട്ട് പോകുന്നത് ജോസഫാണ്. തിരിച്ച് വരാൻ ദൂതൻ പറയുന്നത് ജോസഫിനോടാണ്. ദൈവമെല്ലാം ജോസഫിനോടാണ് ആ കാലഘട്ടങ്ങളിൽ ഇടപെടുക, ദൂതൻ മുഖാന്തരം. അപ്പോൾ ജോസഫിനോട് ഇടപെടാനായിട്ടുള്ള ഒരു കാര്യത്തെ അവിടെ പറയുന്നുണ്ട്. ജോസഫ് നീതിമാനാണ്. എന്താ കാര്യം? തൻ്റെ ജീവിത പങ്കാളിയുടെ ഒരു കുറവ്, തനിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട പെൺകുട്ടിയുടെ ഒരു കുറവ് ആരും അറിയരുതെന്ന് ആഗ്രഹിച്ച ഒരാൾ. ഈ കാലഘട്ടത്തിലും അങ്ങനെയുള്ള മനുഷ്യരെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഈ കുറച്ച് ദിവസം
മാസങ്ങൾക്ക് മുമ്പ് കാളിദാസൻ വിദേശത്ത് ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ ഞാൻ ഒരു വാർത്ത കേട്ടു. ഒരു പെൺകുട്ടിയും ഒരു കുടുംബം അവർ തമ്മിൽ ഈശാപേക്ഷയുണ്ടായി. പെൺകുട്ടി വീട് വിട്ട് മാറി താമസിച്ചതിനായിട്ട് പോയിരിക്കുകയാണ്. അപ്പം ഈ വാർത്ത അറിഞ്ഞപ്പോൾ ഞാൻ എങ്ങനെയോ ആ പയ്യനെ കണ്ടു. അപ്പം അവൻ പറഞ്ഞ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു അബദ്ധം പറ്റിപ്പോയി, ഞാൻ അവളെ അടിച്ചു. അടി ദേഷ്യത്തിലടിച്ചതാണ്, പക്ഷേ അടി നൊന്തൂന്ന് എനിക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാൻ, അവളങ്ങ് പോയി, അവൾക്ക് നൊന്തു എന്നുള്ള സത്യമാണ്. അപ്പം ഞാനോർത്ത് ഈ പെൺകുട്ടിയെ കാണാം, വിദേശത്താണ്, ഇതുകൊണ്ട് തന്നെ നമുക്ക് പരിമിതികളുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് പാസ്റ്ററെ വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനത്തെ കേസ് കിട്ടുണ്ട്, നമുക്കൊന്ന് തപ്പിപ്പോവാം, ഒരു കുടുംബം പൊളിയരുതല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു. 2-3 മണിക്കൂർ യാത്ര ചെയ്ത് ആ വീട്ടിൽ ചെന്ന് ആ കുട്ടിയെ കണ്ടു. ആ കുട്ടിയെ കണ്ടപ്പോൾ ആ കുട്ടി എന്നെ ഒരു ഫോട്ടോ കാണിച്ചെന്ന് പറഞ്ഞാൽ അവളൊരു കൊച്ചു പെണ്ണ, ഇവനൊരു അജാന ബാഹുവായ ചെറുപ്പക്കാരൻ, നല്ല കയ്യായ ഉള്ളവന്. ഇവൻ ആ പെണ്ണിനെ അടിച്ചു, സത്യം അടിച്ചിട്ട് അവരുടെ മുഖത്ത് പിടിച്ചൊരു ഞെക്ക്, 5 വിരലും അവിടെ മുഖത്ത് പതിഞ്ഞ് കിടപ്പുണ്ട്, ചോരപ്പാടോടെ. അത്ര അടി അവൻ അടിച്ച്. അപ്പോൾ അവരതിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവരെന്നെ ഈ ഫോട്ടോ കാണിച്ച്, പാസ്റ്റർ ഇതുകൊണ്ടാണ് പോന്നേ, ഈ അടിയ. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ആ ഫോട്ടോ എനിക്കൊന്ന് ഷെയർ ചെയ്യും, എനിക്ക് അവനോടൊന്ന് സംസാരിക്കണ്ടേ. ഈ കുട്ടി എന്നോട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് അടിച്ചതാണ്, ഞാൻ ഷെയർ ചെയ്ത് തരത്തില്ലെന്ന് പറഞ്ഞു. ജീവിക്കാതിരിക്കുകയോ വേറെ കാര്യം, പക്ഷേ എൻ്റെ ഭർത്താവ് എന്നെ അടിച്ചതിൻ്റെ പാട് വേറൊരാൾ കാണണ്ട. അപ്പം ഞാൻ അവിടെ ആങ്ങളെ ചട്ടം കെട്ടി, എനിക്ക് ആ ഫോട്ടോ ഒന്ന് അയച്ചു തരാം. അവനെന്നോട് പറഞ്ഞു, എൻ്റെ അളിയൻ അടിച്ച ഫോട്ടോ ഞാൻ ആരെയും കാണിക്കത്തില്ല. എനിക്കവരെ അങ്ങ് ഇഷ്ടപ്പെട്ടു. ഏതായാലും അവർ ഒത്തു കേട്ടോ, ജീവിക്കാൻ തുടങ്ങി. അവർ ശരിയായി, എൻ്റെ അറിവ് ശരിയായി. എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മളാണെങ്കിൽ ലോകം മുഴുവൻ അത് അയച്ചു കൊടുത്ത് വൈറലാക്കിയേനെ. കേസ് കൊടുക്കുക ആ രാജ്യത്ത്, അവൻ ജയിലിൽ പോവും. ആ ഫോട്ടോ കിട്ടിയാൽ മതി, അവൻ അകത്ത് പോവും. ഒന്നും ചെയ്യണ്ട, ഫോട്ടോ കൊണ്ട് കാണത്താൽ മതി. അവനെ അടിയും കൊടുത്ത് അവനെ ശരിയാക്കി അവരെ അവിടുന്ന് കയറ്റിയും വിടും. പക്ഷെ ആ പെൺകുട്ടി ആ ഫോട്ടോ ഒന്ന് ഷെയർ ചെയ്തില്ല. എനിക്ക് അവളോട് ഭയങ്കര മതിപ്പ് തോന്നി ആ കാര്യത്തിൽ. കൊച്ച് വലിയ ഉന്നത വിദ്യാഭ്യാസമോ വലിയ അറിവോ കഴിവോ ഒന്നും ഇല്ലെങ്കിൽ പോലും ചെറിയൊരു കഴിവ്, ഒരറിവും കിട്ടി. ഈ കാര്യമൊന്നും ആരും എന്ത് ചെയ്യരുത്, അറിയിക്കരുതെന്നുള്ളൊരു കാര്യം. അപ്പോൾ അതാണ് ജോസഫിൻ്റെ ഒരു പ്രത്യേകത. ജോസഫ് പറഞ്ഞു, അവളുടെ ഒരു കുറവ് ആരും എന്ത് ചെയ്യരുത്, അറിയരുത്. ഇതൊരു വലിയ മഹത്വമാണ്. അങ്ങനെ ഒരു വീട്ടിലാണ് ആര് പിറന്നത്? യേശുക്രിസ്തു പിറന്നു. തിരുപ്പിറവയ്ക്ക് വേണ്ടി ഒരുങ്ങുക. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി അയച്ചത് ഈ കുടുംബത്തിലാണ്. ആ കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകത കണ്ടോ? ഒരിക്കലും എൻ്റെ കുറവ്, എൻ്റെ പങ്കാളിയുടെ കുറവ് ആരും അറിയരുതെന്ന്. അറിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കും? അവൾ ഗർഭിണിയാണെന്ന്. അന്ന് യഹൂദൻ പുരുഷ മേധാവിത്വത്തിൻ്റെ വലിയൊരു മൂർത്തരൂപമാണ്. മെയിൽ ഷോവനിസ്റ്റിക് കമ്മ്യൂണിറ്റിയാണ്. അവരതറിഞ്ഞ അന്നേരമേ കല്ലെറിഞ്ഞ് പുറത്തു കൊണ്ടുപോയി കൊല്ലും. ഇവളെങ്ങനെ ഗർഭവതിയായത്? ഇന്ത്യയിലും ഉണ്ടായിരുന്നു നമ്മുടെ സംസ്കാരത്തിലൊക്കെ സ്മാർത്ഥ വിചാരം. ഒരു പെൺകുട്ടിയൊക്കെ ഗർഭിണിയായാൽ എല്ലാവരും വിചാരണ ചെയ്ത് പടിയടച്ച് പുറത്ത് പിണ്ഡം വെക്കുന്ന ഒരു സമൂഹം. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലാണ് ജോസഫിൻ്റെ തീരുമാനത്തിന് പ്രാധാന്യം കൂടുക. എൻ്റെ ജീവിത പങ്കാളിയുടെ കുറവ് ആരും അറിയരുതെന്ന് ആഗ്രഹിച്ച ഒരു മനുഷ്യൻ. ആ മനുഷ്യനെക്കുറിച്ച് വേദപുസ്തകം വിളിക്കുന്നൊരു വാക്കുണ്ട്. എന്താണ് വിളിച്ചത്? നീതിമാനാകാൻ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. വേദപുസ്തകം വിളിക്കാൻ ചെറിയ കാര്യങ്ങളാണ് വേദപുസ്തക പട്ടികയിൽ നീതിമാനാക്കുക. എന്താ നീതിമാനാക്കിയത്? അവരൻ്റെ കുറവ് ആരും അറിയരുതെന്ന് ആഗ്രഹിച്ചവനെ ദൈവം എന്താ വിളിച്ചേ? നീതിമാൻ. നമ്മളും എല്ലാവരും, ഞാൻ ഉൾപ്പെടെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. എത്ര പ്രകോപനം ഉണ്ടായാലും നമ്മുടെ വീടുകളിൽ അവരൻ്റെ കുറവുകൾ പറയാതിരുന്നാൽ, നമ്മുടെ മേശകളിൽ വല്ലവരുടെയും വിഴുപ്പുകൾ അലക്കാതിരുന്നാൽ, അതിന് നമ്മൾ താല്പര്യമില്ലെന്ന് നമ്മൾക്ക് ദൈവം മനസ്സിലാക്കിയ ദൈവം നമുക്കൊരു പേര് വിളിക്കും. എന്താ? നീതിമാൻ. ചെറിയൊരു കാര്യമാണോ അങ്ങനെ വിളിക്കപ്പെടുക? അല്ല. ജോസഫ് നീതിമാനാകൊണ്ടും അങ്ങനെ ജോസഫും മറിയും ഒരുങ്ങുകയാണ് അതിനു വേണ്ടി. പക്ഷേ അങ്ങനെ അവർ പേര് ചേർത്തേണ്ട ആ ഒരു സമയത്ത് പോകുമ്പോൾ നമുക്കറിയാം പ്രസവത്തിൻ്റെ കാലം തികഞ്ഞു. അതിനുവേണ്ടി ഒരുക്കപ്പെട്ട പശ്ചാത്തലത്തിൽ നിരവധി പേരെ ആ ഒരു രംഗ പശ്ചാത്തലത്തിൽ വരുന്നുണ്ട്. ഒന്ന് സത്രമാണ്.
സത്രമായ സത്രങ്ങളൊന്നും ഇടവില്ലാതെ കിട്ടിപ്പോയി. സത്ര ഉടമയ്ക്ക് വേണമെങ്കിൽ ഒരു ഇടമൊക്കെ കൊടുക്കാമായിരുന്നു, പക്ഷേ ഇടം കിട്ടിയില്ല. പക്ഷേ ഇടം കിട്ടിയത് എവിടെയാണ്? കാലിത്തൊഴുത്തിലാണ്. അവിടെ കുറച്ച് പേര് ഇടം ഒരുക്കി കൊടുത്തു. ആരാ? കന്നുകാലികളൊക്കെയാണ്. മാറിയും തിരിഞ്ഞുമൊക്കെ നിന്ന് കാണും. വേദപുസ്തകത്തിലൊരു വാക്യമുണ്ട്, കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, എന്നാൽ എൻ്റെ ജനമോ എന്നെ അറിയുന്നില്ല. അപ്പം കണ്ടോ, പശുക്കൾ ഇടമൊരുക്കി കൊടുക്കുക, അല്ലെ കന്നുകാലികൾ ഇടമൊരുക്കി കൊടുക്കുക. മൂന്നാമത്തെ ഒരു കൂട്ടർ സാധാരണക്കാരായ ആട്ടിടയരാണ്. അവരത് കണ്ടു, അവർക്കത് സന്തോഷമായി, അവരത് കണ്ടുവന്നു. നാലാമത്തെ ഒരു കൂട്ടരാരാണ്? വിദ്വാൻമാരാണ്. അതിൽ കുറച്ച് പേരെ പറഞ്ഞ് കിഴക്ക് നിന്നുള്ള വിദ്വാൻമാരാണ്. അവരുടെ പേരുകളെ പറ്റിയൊക്കെ ഉള്ള പല പാരമ്പര്യങ്ങളുണ്ടെങ്കിലും കിഴക്കു നിന്നുള്ള വിദ്വാൻമാർ അവർ വന്നിട്ട് അവിടെ നിക്ഷേപ പാത്രങ്ങളെ തുറന്നു. 3 കൂട്ടം കാര്യങ്ങൾ അവർ കാഴ്ചവെച്ചു. പൊന്ന്, മൂര്, കുന്തിരുക്കം. ദൈവികമായും രാജകീയവുമായും മനുഷ്യത്വമായ കാഴ്ചകളാണ്. ഈ കാഴ്ചകളെല്ലാം കൊണ്ടുവന്ന് ലോകരക്ഷിതാവിന് കാലസമ്പൂർണതയിൽ പിറന്ന ലോകരക്ഷകന് വേണ്ടി കാഴ്ചവെക്കുക. അഞ്ചാമത് ഒരാളെ കാണുന്നുണ്ട്. അത് രാജാവാണ്. രാജാവ് പ്രജകളെ രക്ഷിക്കേണ്ടവനാണ്. പക്ഷേ ഇങ്ങനൊരു പ്രജ ഉണ്ടായെന്നറിഞ്ഞപ്പോൾ രാജാവ് ചെയ്തത് നിഷ്ഠൂരമായൊരു കൊലപാതകത്തിൻ്റെ പരമ്പരയാണ്. കുഞ്ഞുങ്ങളെയെല്ലാം എന്ത് ചെയ്തൊക്കെ പറഞ്ഞു? കൊല്ലാൻ പറഞ്ഞു. അങ്ങനെ നിരവധി കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ സംഭവ വ്യക്തിത്വങ്ങളെ നമുക്കിവിടെ കാണാൻ കഴിയും. സത്രത്തിൻ്റെ ഉടമയാണ്. സത്രത്തിൻ്റെ ഉടമ പറയുന്നു, ഇവിടെ എന്തില്ല? ഇടം ഇല്ല എന്ന് പറയും. അപ്പോൾ ഒരു നാടകത്തെക്കുറിച്ച് കേട്ടു. ഈ ഒരു വിഷയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു പുറത്ത് പാശ്ചാത്യ ലോകത്തൊരു ക്രിസ്മസൊക്കെ വലിയ സംഭവമാണ്. അപ്പോൾ ആ ക്രിസ്മസിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുമ്പോൾ പള്ളിയിൽ ഒരു ആഘോഷം നടക്കുക. അത് ക്രിസ്മസിൻ്റെ ആഘോഷം. അപ്പോൾ അവർ ചെയ്തൊരു കാര്യം, ഓരോ ക്ലാസ്സുകൾക്കും പ്രത്യേകം സ്കിറ്റുകളും നാടകങ്ങളും ഒക്കെ കൊടുക്കുക. അപ്പോൾ അതിലൊരു കൂട്ടർ ചെയ്തത് നാടകം ഒരുക്കി. അവിടുത്തെ സൺഡേ സ്കൂൾ അധ്യാപകരും കുട്ടികളും എല്ലാം ചേർന്ന് നാടകം ഒരുക്കുകയാണ്. നാടകത്തിൻ്റെ പേര് നോ പ്ലേസ് ഇൻ ദ ഇൻ എന്ന, സത്രത്തിൽ ഇടമില്ല എന്നുള്ളൊരു നാടകം. അപ്പോൾ ആ നാടകം ഇങ്ങനെ പഠിപ്പിച്ചപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് ബുദ്ധി പ്രകാശമില്ലാത്ത ഒരിച്ചിരി പുറകിൽ സ്ലോ ആയിട്ടൊരു കുട്ടിയാണ്. അവൻ്റെ പേര് വാലസ് എന്നാണ്. ആ കുട്ടിക്ക് ഇച്ചിരി ബുദ്ധി കുറവുണ്ട്. അപ്പോൾ വാലസ് എന്ന് പറയുന്ന ഈ കുട്ടി, പക്ഷെ അവനെ കൂടെ എവിടെയെങ്കിലും ചേർക്കണ്ടേ? അല്ലെങ്കിൽ മോശമല്ലേ? എല്ലാവർക്കും ഇടം കൊടുക്കണ്ടേ നാടകത്തിൽ? അപ്പോൾ ഈ വാലസിന് എന്തായിരിക്കും ഇടം കൊടുക്കുക? അപ്പോൾ വാലസിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഈ വാലസിന് എല്ലാം പഠിച്ച് പറയാനൊന്നും അറിയത്തില്ല. അതുകൊണ്ട് അവന് ഉണ്ടാക്കിയ റോള് ഒന്നും പറയേണ്ടാത്ത ഒറ്റ വാക്കിൽ ഒതുക്കുന്ന ഒരു റോള് കൊടുത്തു. ആ റോൾ ഇതായിരുന്നു. ജോസഫും മറിയയും കൂടെ വരികയാണ്. ഗർഭിണിയായ മറിയത്തെയും കൊണ്ട്, ക്ഷീണിച്ച അവശനായ മറിയത്തെയും കൊണ്ട് ജോസഫ് വരുമ്പോൾ, സത്രത്തിൽ മുട്ടുമ്പോൾ സത്ര ഉടമ പുറത്തൊക്കെ വന്നിട്ട് പറയണം, സോറി, നോ പ്ലേസ്, പൊക്കോളാൻ പറയണം. ഇത്രയേ ഉള്ളൂ, നോ പ്ലേസ്, പൊക്കോളാൻ പറയണം. അങ്ങനെ ബുദ്ധിവൈകല്യമുള്ള വാലസിനും അവരവസരം കൊടുത്തു. സോറി, നോ പ്ലേസ് എന്ന് പറയാൻ തന്നെ വാലസ് പഠിച്ചു, കുറേ സമയമെടുത്തു. അങ്ങനെ നാടകം പോകുക. അത് കഴിഞ്ഞ് ഇവർ പോകും. പിന്നെ കാലിത്തൊഴുത്തി വരുമ്പോൾ അവിടെ ആട്ടിടയിൽ വരും. ആട്ടിടയിൽ വന്നു കഴിയുമ്പോൾ വിദ്വാൻമാർ വരും. പിന്നെ രാജാക്കം കൊല്ലാൻ തുടങ്ങും. കാലം ഇങ്ങനെ നാടകം മുമ്പോട്ട് പോകണ്ടേ? പക്ഷേ വാലസ് സത്ര ഉടമയായിട്ട് അഭിനയിക്കുന്ന നാടകം വന്നു. കുട്ടികളുടെ ജോസഫും മറിയയും വന്നു. എന്നിട്ട് സത്രത്തിൻ്റെ ഡോറ് മുട്ടുന്നു. സത്ര ഉടമ വന്ന് കഥ തുറക്കുന്നു. പേര് വാലസ. അവനും കാണാതെ പഠിച്ച് വെച്ചേക്കുക. അവൻ പറയണം, എന്താ പറയണ്ടേ? ഹിയർ, സോറി, ഹിയർ ദർ ഇസ് നോ പ്ലേസ് എന്ന് പറയണം. ഇവിടെ സ്ഥലമില്ല, പൊക്കോ എന്ന് പറയണം. പക്ഷെ വാലസ് പറയുന്നില്ല. പാവം വാലസ്. അവനിങ്ങനെ നോക്കി നിൽക്കുക. അധ്യാപകമൊക്കെ ടെൻഷനായി. നമ്മൾ കണ്ടിട്ടില്ലേ, പിള്ളേരെ വാക്യം പറയാൻ കയറ്റിവിട്ടിട്ട് ഫ്രണ്ട് ഇരുന്നുകൊണ്ട് അമ്മമാർ പറഞ്ഞു കൊടുക്കുന്ന കണ്ടിട്ടില്ലേ? ഹോവാ എൻ്റെ, അവിടെ ആ ടെൻഷൻ. അതങ്ങോട്ട് നോക്കി കൊച്ചു പറയുന്നവരെ വാലസ് ഇത് മറന്നു പോയെന്ന് വെച്ചുകൊണ്ട് അവർ പറയാൻ തുടങ്ങി, പൊക്കോ, ഇവിടെ ഇടമില്ല എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ വാലസ് ഇങ്ങനെ നോക്കി നിൽക്കുക. കുറേ കഴിഞ്ഞപ്പം വാലസ് പറഞ്ഞു, സോറി, ഹിയർ നോ പ്ലേസ്, പൊക്കോളാൻ പറഞ്ഞു. അത്രയും പറഞ്ഞു. അവർ പോയി. പക്ഷെ കഥ മാറി. കഥ ഇവർ പോന്നു. അടുത്തത് കാലിത്തൊഴുത്ത് വരേണ്ടതാണ്. ഇവർ പോയപ്പം തൊട്ട് വാലസ് അവിടെ നിന്ന് കരയാൻ തുടങ്ങി. അവൻ ബുദ്ധിവൈകല്യമുള്ള കൊച്ചന്. അവന് സഹിക്കാൻ വയ്യ. ഒരു ഗർഭിണിയും ഭാര്യത്താവും കൂടെ പോന്നു. അവൻ നിന്ന് കരയാൻ തുടങ്ങി.
കരഞ്ഞ് അവൻ അവരെ കൈകൊട്ടി തിരിച്ചു വിളിച്ചിട്ട് ഒന്ന് ബാ എൻ്റെ വീട്ടിലിടമുണ്ടെന്ന് പറഞ്ഞു. തീർന്നില്ലേ നാടകം? നാടകം തീർന്നു. പക്ഷെ നാടകം തീർന്ന് ഇതുപോലെ അച്ഛൻ കൈയടിച്ച പോലെ ആ നാടകം കണ്ടുകൊണ്ടിരുന്നവർ കൈയടിച്ചു. ചുരുക്കത്തിൽ എല്ലാവരും കൈയടിച്ചു. അവിടെ നിന്നവരെല്ലാം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. ആ വർഷം അവാർഡ് കിട്ടിയ നാടകമായിട്ടത് മാറി. കാരണം ബുദ്ധിവൈകല്യമുള്ള വാലസ് പറഞ്ഞു, എൻ്റെ വീട്ടിൽ എന്തുണ്ട്? ഇടമുണ്ട്. അതാ ക്രിസ്മസ്. എൻ്റെ വീട്ടിൽ എന്തുണ്ട്? ഇടമുണ്ട്. അവൻ നാടകമാണെന്ന് മറന്നുപോയി. കാരണം അവന് വലിയ ബുദ്ധിയില്ല. സത്യത്തിൽ ഈ ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് ചിലപ്പം നല്ലതുവാ. ബുദ്ധി കൂടിയാലും കുഴപ്പം. നമ്മുടെ നാട്ടിൽ ചൊല്ലുണ്ട്, ബുദ്ധി കൂടി എന്തോ പിടിച്ചു, ബുദ്ധി കൂടി വട്ട് പിടിച്ചെന്ന് കേട്ടുണ്ട്. അവനെന്തോ പറ്റിയതോ? അയ്യോ, ഭയങ്കര ബുദ്ധിമാനായിരുന്നു, പക്ഷെ എന്തോ പിടിച്ചു, വട്ട് പിടിച്ചു. സത്യമാ അത്. കാരണം ഈ ബുദ്ധി ഇല്ലാത്തവർ ഇന്നെന്തോ കഴിക്കുന്നേ, വൈകിട്ടെന്തോ കഴിക്കുന്നത് ചിന്തിക്കത്തുള്ളൂ. ഈ ബുദ്ധിയുള്ളവരാ ചുമ്മാ ചിന്തിക്കുന്നത്, ഞാൻ ചത്താൽ എവിടെ പോവും. ബുദ്ധിയില്ലാത്തവർക്ക് ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. ആപ്പിൾ എന്തിനാ ആപ്പിട്ട് വന്നേ, അതൊക്കെ ചിന്തിച്ചതൊക്കെ ബുദ്ധിയുള്ളവരാ. നമ്മളെന്തോ ചിന്തിക്കുന്നേ, ആപ്പിൾ എങ്ങനെ തിന്നാം. അടുത്ത ബുദ്ധിയുള്ളവർക്കേ വട്ട് പിടിക്കത്തുള്ളൂ. ബുദ്ധിയില്ലാത്തവർക്ക് എന്താ വട്ട് പിടിക്കാൻ? അവരെന്തോ ചിന്തിക്കുന്നേ. ബുദ്ധിയുള്ളവൻ ചുമ്മാ ഇരുന്ന് ചിന്തിക്കും, അല്ലേ? ചിന്തിച്ച് നമുക്ക് ഭ്രാന്ത് പിടിക്കും. അപ്പോൾ അവിടെയാണ് ബുദ്ധി കൂടിയാലുള്ള പ്രശ്നങ്ങളൊക്കെ വരികയാണ്. വാലസിന് ബുദ്ധിവൈകല്യം. ഈ ബുദ്ധിവൈകല്യങ്ങളുള്ളവർക്കാണ് സത്യത്തിൽ ഈ ലോകം നല്ലത്. നിങ്ങൾ കേട്ടിട്ടുള്ളൊരു കഥ കാണും, കേട്ടിട്ടുള്ളൊരു കഥയായിരിക്കണം, ഒത്തിരി പേര് പറയുന്നതാണ്. ബുദ്ധിവൈകല്യമുള്ള കുഞ്ഞുങ്ങളുടെ ഒളിമ്പിക്സ് നടക്കുക. അപ്പോൾ ഒളിമ്പിക്സ് നടക്കുമ്പോൾ ഒളിമ്പിക്സിൽ എല്ലാവരും ഓട്ടമല്ലേ. ഈ ജീവിതം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഓട്ടമാണ്. ഓട്ടക്കളത്തിൽ എല്ലാവരും ഓടുക. പക്ഷേ ബുദ്ധിവൈകല്യമുള്ള മക്കളുടെ ഈ ഓട്ട മത്സരം നടക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. അവരിങ്ങനെ ട്രാക്കിൽ ഓടുമ്പോൾ ഒരു കുഞ്ഞ് വീണു. ഓട്ടത്തിലിരുന്ന ഒരു കൂട്ടുകാരൻ വീണപ്പോൾ ഒരു സംഭവം നയിച്ചു. എല്ലാവരും തിരിഞ്ഞു നോക്കി. മുമ്പിൽ ഓടിയ ആൾ നിന്നു, അവൻ പുറകോട്ട് നടന്നു. അതിൻ്റെ അടുത്ത ആൾ പുറമോട്ട് കടന്നു. ബൈക്കിൽ നിന്നവർ മുമ്പിൽ വന്നു. എല്ലാവരും കൂടെ വീണവനെ എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് അവരൊരു കാര്യം ചെയ്തു, ഒറ്റ ലൈനായിട്ട് എന്നിട്ട് കൈ കോർത്ത് പിടിച്ചുകൊണ്ട് ഒന്നിച്ചോടി എല്ലാവരും കൂടെ ഒന്നിച്ച് ജയിച്ചു. ഒളിമ്പിക്സിൽ ബുദ്ധിവൈകല്യമുള്ള മക്കളുടെ ഒളിമ്പിക്സിൽ ഗാലറി ഇരുന്ന മുഴുവൻ ജനം എഴുന്നേറ്റ് കൈയടിച്ചു. കാരണം ബുദ്ധിവൈകല്യമുള്ള മനുഷ്യരും ബുദ്ധിയുള്ളവരെ തോൽപ്പിച്ചു. ആർക്കും തോക്കണ്ട, ആരും ജയിക്കണ്ട, ആരെയും തള്ളിയിട്ടിട്ട് ആരും ജയിക്കണ്ട, നമുക്കെല്ലാം കൂടെ ഒന്നിച്ചോടാം. വാലസിന് ബുദ്ധി കുറവായിരുന്നു. പക്ഷേ വാലസ് തീരുമാനിച്ചു, എൻ്റെ വീട്ടിൽ എന്തുണ്ട്? ഇടമുണ്ട്. സത്യത്തിൽ ക്രിസ്മസ് എന്താ? ഇടം കിട്ടാതെ പോയ ലോകരക്ഷിതാവിന് ഇടമൊരുക്കുന്ന ഒരു സ്ഥലമാണ് ക്രിസ്മസ് എന്നൊക്കെ പറയും. എന്തിനാണ് ദൈവം ഭൂമിയിലേക്ക് വന്നത്? കാലസമ്പൂർണ്ണത വന്നപ്പോൾ ദൈവം തന്നെ പുത്രനെ അയച്ചു. എന്തിനാ? നമുക്ക് ജീവൻ്റെ മാർഗം കാണിച്ചു തരാൻ. നമുക്ക് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ പദവി തരാൻ വേണ്ടി ദൈവം തൻ്റെ പുത്രനെ അയക്കുക. പ്രിയരെ, ജോസഫ് നീതിമാനായ ജോസഫാണ്. അപ്പോൾ അവിടെ ഇതിനു വേണ്ടി ഒരുക്കപ്പെട്ട കുറേ പേരെ നമ്മൾ കാണുകയാണ്. മൃഗങ്ങളാണ്, പക്ഷെ അവരിങ്ങനെ മാറിയൊക്കെ നിൽക്കുന്നുണ്ട്. എന്തിനാ? തമ്പുരാൻ ഇടമൊരുക്കാൻ വേണ്ടി. പാവങ്ങളാട്ടിടയന്മാർ അവരെ ലോകരക്ഷിതാവിനെ കാണാൻ ചെല്ലുന്നുണ്ട്. കിഴക്കുന്നുള്ള വിദ്വാൻമാർ ജ്ഞാനികളാണെന്ന് പറയാൻ കാര്യം എന്താ? അവർക്ക് ഈ ജ്ഞാനം കിട്ടി. നക്ഷത്രം കണ്ടിട്ട് അതിൻ്റെ പുറകെ വന്ന് ലോകരക്ഷിതാവിനെ കാണാനുള്ള എത്രമാത്രം ദൂരം യാത്ര ചെയ്ത് കാണും. എന്തോ ഗൂഗിളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ എന്തുമാത്രം ദൂരം യാത്ര ചെയ്തായിരിക്കും ഈ വിദ്വാൻമാർ അങ്ങ് കിഴക്ക് പൗരസ്ത്യ നാട്ടിൽ നിന്ന് വന്നത്. എന്തിനാ? അവർക്ക് ആ വെളിപ്പാട് ഉണ്ടാകുകയാണ്. പക്ഷെ ഒരു രാജാവോ, രക്ഷകനായി തീരേണ്ട രാജാവ് അവരെ കൊല്ലാനായിട്ട് പോവുകയാണ്. അങ്ങനെ തിരുപ്പിറവി എടുക്കുകയാണ്. ക്രിസ്തു നമുക്ക് വേണ്ടി പൂജാതനായി. ആ ജോസഫ് മറിയം അവർ യാത്ര തുടരുകയാണ്. പക്ഷേ ജോസഫിൻ്റെയും മറിയയുടെയും ഒരു ജീവിതത്തിൻ്റെ ആ സാഹചര്യം കണ്ടു. എന്തുകൊണ്ടായിരിക്കണം ക്രിസ്തു അവിടെ ജനിക്കുവാനായിട്ട് കാര്യം? എനിക്കിഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്. വല്ലാത്ത പരിമിതപ്പെട്ട ഒരു സാഹചര്യമാണ്. കിടക്കാനൊരു സ്ഥലമില്ല. ഒരു സ്ത്രീക്ക് ഏറ്റവും കൂടുതൽ നിർബന്ധമുള്ളൊരു കാര്യമുണ്ട്. പ്രസവത്തിന് വേണ്ടി ഒരുക്കപ്പെടും എല്ലാവരും. സാധാരണ നാട്ടിൻപുറത്ത് പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് മക്കളുണ്ടാകുന്നതിന് മുമ്പ് ഞാൻ പഠിച്ചൊരു പാഠം. എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ഞാൻ ചിന്തിച്ച ഒരു ഹോസ്പിറ്റലും ഡോക്ടറും ഒക്കെ. അപ്പോൾ അവിടെ ഒരാൾ പ്രസവിച്ചിട്ട് അവർക്ക് പെട്ടെന്ന് ഡിസ്ചാർജ് ആകാൻ പൈസയില്ല. ഒറ്റയാഴ്ചക്കകത്തൊരു സാവകാശം. അപ്പം ഞാൻ ഓർത്തു, എന്നെ അറിയാം, ഞാൻ പറയാം, ഞാൻ ഏക്കാം. ഞാൻ ഡോക്ടറെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഞാൻ ഏറ്റവും ഒരാഴ്ചക്കകത്തൊരു പൈസ തരും. ഡോക്ടർ എന്നോട് തിരിച്ച് മറുപടി പറഞ്ഞു, പ്രസവത്തിന് കടവില്ലടാ മോനെ, പൊക്കോളാൻ പറഞ്ഞു. കാരണം ഒറ്റ ദിവസം കൊണ്ടല്ല പ്രസവിച്ച്. ഇവൻ്റെ മുന്നേ 9 മാസം വയറിങ്ങനെ വീർത്ത് വന്നപ്പോൾ അവൻ കണ്ടുകൊണ്ടിരുന്നതല്ലേ. നോ കടം, പൊക്കോളാൻ പറഞ്ഞു. സത്യമല്ലേ? ഡോക്ടർ പറഞ്ഞ കാര്യം സത്യമാണ് ഒരു പരിധി വരെ. സത്യമല്ലേ? നോ കടോ. പക്ഷേ ഇവിടെ ഇടം കിട്ടാതെ പോയ ഒരു ജോസഫിനെ, ആ മറിയത്തെയും നമ്മൾ കാണുകയാണ്.
ലോകരക്ഷതാവിന് ഇടം കിട്ടിയില്ല. പക്ഷേ അവരുടെ പരിമിതി കണ്ടോ, വല്ലാത്ത പരിമിതപ്പെട്ട ഒരു സാഹചര്യം. പക്ഷേ ഒരു പരാതിയും ആര് പറഞ്ഞില്ല? മറിയം പറഞ്ഞില്ല. എന്തെങ്കിലും പരാതി പറഞ്ഞോ? ഇല്ല. പരിമിതികളിൽ മനുഷ്യർക്കൊക്കെ പരാതിയാണ്. ഇന്നത്തെ മനുഷ്യരുടെയൊക്കെ ജീവിതത്തിൽ ഭയങ്കര പരിമിതികളാണ്. ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞ, കരണ്ട് പോയി, മരം വീണോ, എങ്ങും കരണ്ടില്ല, കരണ്ട് പോയപ്പോഴത്തേന് മോട്ടറിൽ വെള്ളമില്ല, എൻ്റെ പൊന്നെ സമാധാനം ഉണ്ടാകാൻ ജനറേറ്റർ വാടകയ്ക്ക് എടുത്തുകൊണ്ട് വന്ന് ഞാൻ അവൾക്ക് വെള്ളം അടിച്ചു കൊടുത്തു. അതുകൊണ്ടല്ലേ സമാധാനമായേ. കാരണം ഒന്ന് ഗ്യാസ് തീർന്നാ, ഒന്ന് വെള്ളം തീർന്നു പോയാൽ അന്നത്തെ നമ്മുടെ എല്ലാ ഇടപാടും തെറ്റും. പക്ഷേ ഈ കുടുംബത്തിൻ്റെ പ്രത്യേകത കണ്ടോ, പരിമിതിയിൽ എന്തില്ല? പരാതിയില്ല. അങ്ങനെ വീട്ടിലാണ് യേശു തിരുപ്പിറവയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുക. പരിമിതിയിൽ എന്തില്ല? പരാതിയില്ല. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞേ, പരിമിതിയിൽ എന്തില്ല? പരാതികൾ പറയും. നമുക്കെല്ലാം പരിമിതികളുണ്ടാവും. പക്ഷെ മനുഷ്യരെല്ലാം ഈ പരാതികളുടെ ലോകത്താണ്. എന്തിനും ഏതിനും പരാതിയാണ്. നമുക്ക് മഴയില്ലെങ്കിൽ ചൂടാണ്. ചൂട് വന്നാൽ നമ്മൾ പറയും എന്തൊരു മുടിഞ്ഞ ചൂടാണ്. മഴ പെയ്താൽ അതിലും നല്ല വർത്താനം പറയും. മഴ വന്നാലും നമുക്ക് ബുദ്ധിമുട്ടാണ്, ചൂട് വന്നാലും ബുദ്ധിമുട്ടാണ്, എന്തോ വന്നാലും നമുക്ക് പാടാം. അപ്പം നമ്മളെല്ലാവരും ഒരു പരാതികളുടെ ലോകത്താണ്. പക്ഷേ ജോസഫിനും മറിയത്തിനും എന്തില്ലായിരുന്നു? പരാതിയേ ഇല്ലാത്ത അവിടെയാണ് ക്രിസ്തുവിന് ആ തിരുപ്പിറവി ഉണ്ടാകുകയാണ്. അങ്ങനെ ആ കുടുംബം മുമ്പോട്ട് പോവുകയാണ്. 2-ാം അധ്യായത്തിലൂടെ പോകുമ്പോൾ നമ്മൾ കാണുന്നു 12-ാമത്തെ വയസ്സിലേക്ക് എത്തുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തേക്ക് വരുമ്പോൾ, ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 2-ാമത് അധ്യായം, ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഒന്ന് ശ്രദ്ധിച്ചു വരണേ. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, പൈതൽ വളർന്നു, 40-ാം വാക്യം, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവന്മേൽ ഉണ്ടായിരുന്നു. 41-ാമത്തെ വാക്യം, യേശു കർത്താവിൻ്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും എവിടെ പോകുമായിരുന്നു? പെസഹ പെരുന്നാളിന് പോകും. ആണ്ടുതോറും പെസഹ പെരുന്നാളിന് പോകും. അങ്ങനെ അവന് 12 വയസ്സായപ്പോൾ പതിവ് പോലെ പോവുകയാണ്. അവിടെ എനിക്കൊരു കാര്യം ഇഷ്ടപ്പെട്ടവരെ, കാരണം ഇവർ ആണ്ടുതോറും പോകുമായിരുന്നു, പതിവ് പോലെ പോകുമായിരുന്നു. നമ്മുടെ പെരുന്നാളെന്നൊക്കെ പറയുന്ന പോലെ ഒരു ആഘോഷത്തിൻ്റെ ഒരു കാര്യമായിട്ടല്ല അതിനെ കാണേണ്ടത്. വർഷാന്തര യാഗം അർപ്പിക്കാൻ വേണ്ടി വളരെ ഗൗരവമായ ആരാധന ഒരു സാഹചര്യത്തിലേക്കൊക്കെയാണ് അവർ പോകുക. പക്ഷേ ഈ കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകത കണ്ടോ, അവർ പതിവ് പോലെ ആരാധനയ്ക്ക് പോകുമായിരുന്നു. ആ വാക്കൊന്ന് പറഞ്ഞേ, പതിവ് പോലെ. അവരെന്ത് മുടക്കിയില്ല? ആരാധന മുടക്കുകയല്ല. 3500, എൻ്റെ അറിവിൽ 3500-4000 പേരെങ്കിലും ജോലി ചെയ്യുന്ന വലിയ സ്ഥാപനമുള്ള അതിൻ്റെ ഒരു മാനേജിങ് ഡയറക്ടറായിരിക്കുന്ന ഒരാളുടെ മകൻ്റെ കല്യാണം. പെൺകുട്ടിയും ഒരു ഡോക്ടർ. അവിടെ വിവാഹം നടക്കുക. എളിയദാസനും ആ മീറ്റിങ്ങിൽ ഒന്ന് പോകാൻ അതിനൊരു അവസരം ഒത്തു, അല്ലെങ്കിൽ ക്ഷണമുണ്ടായി. ഞാൻ അവിടെ ആ ശുശ്രൂഷയിലുണ്ടായിരുന്നു. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ആ പെൺകുട്ടിയുടെ അപ്പനും ചെറുക്കൻ്റെ അപ്പനും കല്യാണത്തിനിടയ്ക്ക് കഴിഞ്ഞിട്ട് അവരുടെ ടെസ്റ്റ് മണി സാക്ഷ്യം പറഞ്ഞു. ആ സാക്ഷി കൃത്യമായിരുന്നു. പെൺകുട്ടിയുടെ അപ്പം പറഞ്ഞ ഒരു സാക്ഷി ഇതാണ്: എൻ്റെ മോള് ഇന്നിടത്താണ് മെഡിസിന് പഠിച്ചത്, കേരളത്തിന് പുറത്താണ്. 6-7 വർഷം അവൾ പട്ടണത്തിലുണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്ന് കൊണ്ടാക്കിയപ്പോൾ ഇന്ന ഒരു സഭയിലാക്കിയിട്ടാണ് വന്നത്. പക്ഷേ എൻ്റെ മോളെക്കുറിച്ച് എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. 6 വർഷം അവിടെ പഠിച്ചു, ഒറ്റ സഭായോഗം മുടക്കിയിട്ടില്ല. അവിടെ പാസ്റ്റർ ഇവിടെ ഇരിപ്പുണ്ട്, ഒരു സഭായോഗം പോലും എന്ത് ചെയ്തില്ല? മുടക്കിയില്ല. എന്തൊരു വലിയ സാക്ഷിയാണ്, ചെറിയ കാര്യമല്ല. പക്ഷേ ഈ വിശ്വാസ സമൂഹത്തിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. വിശ്വാസ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അവർ ഞായറാഴ്ച ഒരു പരിപാടി എടുക്കത്തില്ല. അവരുടെ പരിപാടിയിൽ എന്തില്ലായിരുന്നു? ഞായറാഴ്ച പരിപാടിയില്ല. ഞായറാഴ്ച നമുക്ക് കല്യാണമുണ്ടോ? ഇല്ല. ഞായറാഴ്ച എന്താ ഉള്ളേ? ആരാധന മാത്രമേ ഉള്ളൂ. അന്നത്തെ ദിവസം ആരാധനയ്ക്ക് വേണ്ടിയാണ്. രാവിലെ സൺഡേ സ്കൂള്, പിന്നെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നവർ, അത് കഴിഞ്ഞ് ആരാധന എന്ന് വേണ്ട. ആ ഒരു ദിവസം ആർക്കുള്ളതാണ്? ദൈവത്തിനുള്ളതാണ്. പിന്നെ കുറഞ്ഞ് വന്ന് അത് രാവിലെ ആക്കി. എന്തിനാന്ന് ചോദിച്ചാൽ, ഈ രാവിലെയൊക്കെ ആക്കുന്നേ ഒറ്റക്കാര്യത്തിലാണ്. പിന്നെ നമുക്ക് ഇഷ്ടം പോലെ എന്തുണ്ട്? സമയമുണ്ട്. എല്ലാവരും സമയം കുറയ്ക്കുക. പണ്ടൊരു അച്ചായൻ ഗൾഫിൽ നിന്ന് വന്നു. അപ്പം ഗൾഫിൽ നിന്ന് വരുമ്പോൾ എല്ലാ പ്രാവശ്യം വരുമ്പോൾ അടുത്തുള്ള ഒരു അച്ചായന് 1000 രൂപ കൊടുക്കും. ഒരു പ്രാവശ്യം വന്നപ്പം കൊടുത്തില്ല. അപ്പോൾ ഈ അച്ചാൻ പോയാറായപ്പോൾ 1000 കിട്ടാതായപ്പോൾ ഇദ്ദേഹം വന്നിട്ട് ചോദിച്ചു, ഈ പ്രാവശ്യം എന്നെ പൈസ തരാഞ്ഞെന്ന് ചോദിച്ചു. കിട്ടിയില്ലല്ലോ, മറ്റേ ഒരു 1000. അപ്പോൾ ഈ അച്ചായൻ പറഞ്ഞ് വീട് പണി തുടങ്ങാനായി, അപ്പോൾ ഞാൻ ഭയങ്കര ടൈറ്റായി പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മറ്റേ 1000 കൊടുക്കുന്ന അച്ചായൻ ചോദിച്ചു,
എൻ്റെ 1000 എടുത്ത് വേണോ, എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക, എൻ്റെ 1000 എടുത്ത് വേണോ നിനക്ക് വീട് പണിയാൻ ചോദിച്ചു. എൻ്റെ 1000 എടുത്ത് വേണോ നിനക്ക് വീട് പണിയാൻ. സത്യത്തിൽ തമ്പുരാനും ചോദിക്കുന്നൊരു കാര്യമാണ്, എൻ്റെ ഈ അരമണിക്കൂർ എടുത്ത് വേണോ നിനക്ക് വല്ലതും ചെയ്യും. എല്ലാവരും കുറയ്ക്കുന്ന ആരെയാ? ദൈവത്തെ കുറയ്ക്കുക. എനിക്ക് ചിലപ്പോഴൊക്കെ അങ്ങ് സങ്കടം വരും. കാരണം 5 മണിക്ക് സഭായോഗം നിർത്താതിരുന്ന എൻ്റെ ഓർമ്മയിലുണ്ട്, ഒരു പരാതിയില്ലാതെ. എന്തോ ഒരു സന്തോഷമായിരുന്നു. 5 മണിയായിട്ടും സഭായോഗം നിന്നില്ല, ആരും ഓർത്തുമില്ല. ആത്മാവിൻ്റെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പോവുകയാണ്. പക്ഷെ ചിലപ്പോൾ ഒക്കെ പിന്നങ്ങോട്ട് പോയപ്പോൾ എല്ലാവർക്കും നിർബന്ധമായി. ഒരച്ഛനുണ്ട് പറഞ്ഞ് കൃത്യം 12:30 ആ സമയമാകുമ്പം നമുക്ക് നിർത്തണം, അല്ലെ ആ സമയമെന്ന് പറഞ്ഞാൽ നമുക്ക് നിഷ്ഠയുണ്ടായിരിക്കും. അപ്പം ചിലപ്പോൾ അങ്ങനെ നീണ്ടുപോകും. യാദർച്ഛ്യമല്ല, ആത്മാവിൻ്റെ ഇതല്ല. ഒരു കാര്യം ഞാൻ പറയാം, വിശ്വാസികളോട് പറയട്ടെ, വലിച്ചു നീട്ടാൻ ഒക്കത്തില്ല. നിങ്ങൾക്ക് ധാരണയുണ്ട്, ഞങ്ങൾ ചുമ്മാ ഇന്നങ്ങ് വലിച്ചു കിട്ടും. ഇങ്ങോട്ട് വന്നേ, 10 മിനിറ്റ് ഒന്ന് പറഞ്ഞേ, ഒന്ന് വലിച്ചു കിട്ടാം, വലിച്ചു കിട്ടാം. 10 മിനിറ്റ് 15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ എല്ലാം പോവും, നമ്മുടെ ഈ സബ്ജക്റ്റ് ഇല്ലാതെ വരും. അപ്പോൾ ഈ വലിച്ചു കിട്ടാനൊന്നും ഒക്കത്തില്ല, അത് പാടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചിലപ്പോൾ ഇങ്ങനെ നീണ്ടു പോയാൽ അത്യാവശ്യം വണ്ടി പോകേണ്ടവരൊക്കെ വളരെ റെയറാണ്, അവർ പൊക്കോളും, എന്നിട്ടൊരു പാട്ടൊക്കെ പാടാം. വളരെ റെയറായിട്ട് സംഭവിക്കും. അപ്പോൾ ഒരു വട്ടം ഇങ്ങനെ നീണ്ടപ്പോൾ ഞാൻ പറഞ്ഞൊരു പാട്ട് പാടും. ഇപ്പോൾ അത്യാവശ്യമുള്ളൊരു പോവുക, ആരാധന കുറച്ച് നേരം കൂടെ തുടരും. അപ്പോൾ ഒരു അച്ഛൻ എടുക്കുന്ന പറഞ്ഞു, മോനെ നീ കൊച്ചനായതുകൊണ്ട് നിനക്ക് ഒരു വിവരമില്ല. ഞാൻ വെച്ചാൽ അതന്നെ അച്ഛാ, എടാ 1 മണിക്ക് പോകുമ്പോൾ ആശീർവാദം കിട്ടിക്കൊണ്ട് വേണം പോകാൻ. നമ്മൾ നേരത്തെ പൊക്കോളാൻ പറഞ്ഞ ആശീർവാദം കിട്ടത്തില്ലോ. എനിക്ക് സത്യത്തിൽ സങ്കടമായി കേട്ടോ. അപക്വതയായിരിക്കും, അഹങ്കാരമല്ല കേട്ടോ. എന്നാലും അഹങ്കാരത ഞാൻ എന്നെ വിളിക്കത്തില്ല, കാരണം എൻ്റെ ആത്മാർത്ഥയെ പറഞ്ഞ ഞാൻ അടുത്ത ആഴ്ച പറഞ്ഞു, 1 മണിക്ക് പോവുകയും ആശീർവാദം വേണമെന്നുള്ളവർ നമ്പർ തരൂ, SMS ആയി ആശീർവാദം ഫോണിലെത്തിച്ചേക്കാം. അല്ലാതെ നമ്മൾ എന്താ ചെയ്യുക? അപ്പം എല്ലാവരും കുറയ്ക്കുക. പക്ഷേ ഈ കുടുംബത്തിൻ്റെ പ്രത്യേകത കണ്ടോ, അവരെങ്ങനെ പോയി? പതിവ് പോലെ പോയി. എൻ്റെ പൊന്നു പ്രിയരോട് പറയട്ടെ, നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എനിക്കതിനകത്തൊക്കെ അഭിമാനമുള്ള ഒരാളാണ്. പെന്തക്കോസ്തുകാരെന്ന് പറയുമ്പോൾ അവർക്ക് കുറേ കാര്യങ്ങൾ പ്രാധാന്യമുണ്ട്. അവരെന്ത് മുടക്കത്തില്ല, ആരാധന മുടക്കത്തില്ല. ഉറക്കെന്ന് പറഞ്ഞ് എന്ത് മുടക്കത്തില്ല, ആരാധന മുടക്കത്തില്ലായിരുന്നു. മോനെ ഞായറാഴ്ച വിരുന്നുകാർ വരുവാന്നേ പറയും, ഇന്ന് എന്ത് ചെയ്യരുത്, വരരുത്. അത് പറയാനുള്ള തൻ്റെ ഇടം ഉണ്ടായിരുന്നു. സാധാരണ പഴയ ആളുകളെല്ലാം ഞായറാഴ്ച പരിപാടിയാണ്. ഇറച്ചി മേടിക്കുന്നത് എന്നായിരുന്നു? ഞായറാഴ്ച. നമ്മുടെ അമ്മച്ചിമാരെ കൊണ്ട് കൊടുത്താൽ പറയും, ഞായറാഴ്ച ആവശ്യമില്ലാത്ത എന്തുകൊണ്ടുള്ളത്, നമുക്ക് യോഗത്തിനാണോ തലേദിവസം എല്ലാം വെച്ചിട്ട് അവർ പോവുക. മറ്റേ എല്ലാവരും ഇറച്ചി മേടിക്കുന്നത് എന്നാ? ഞായറാഴ്ച. അവറാച്ചാൻ രാവിലെ പള്ളിയിലോട്ട് പോവുക, ഇറച്ചി. അപ്പോൾ ഈ ഞായറാഴ്ച മാത്രം ഇറച്ചി വെട്ടുന്നവരെ കണ്ടിട്ടുണ്ടോ? ഗ്രാമങ്ങളിലൊക്കെ ഉണ്ട്. ഏതെങ്കിലും അയ്യത്ത് കാണും, ഞായറാഴ്ച മാത്രം വെട്ടി ഒരു കമ്പും കെട്ടി തൂക്കി അവത്തെ എന്തോ ഇടും, ഇറച്ചി ഇടും. അച്ഛൻ പള്ളിയിലോട്ട് പോയപ്പോൾ അച്ഛനും മനസ്സിലായി, തിരിച്ചു വരുമ്പം പക്ഷേ ഇത് കുറങ്ങ് തീരും. അതുകൊണ്ട് പുള്ളി ഒരു 1/2 കിലോ ഇറച്ചി മേടിച്ച് മടി വെച്ചുകൊണ്ട് പോയി. പള്ളി ചെന്ന് നിന്നപ്പോൾ അന്ന് അച്ഛൻ പ്രസംഗിച്ചത് അബ്രഹാമിനെയും ലാസറിനെയും കുറിച്ച്. അപ്പം പുള്ളി ഇടയ്ക്ക് അവറാച്ചനോട് ചോദിച്ചു, അവറാച്ച അബ്രഹാമിൻ്റെ മടിയിലെന്തായിരുന്നു? അബ്രഹാമിൻ്റെ മടിയിൽ 2 വട്ടം ചോദിച്ചപ്പം പുള്ളി പറഞ്ഞു, എൻ്റെ പൊന്നച്ച സോറി, 1/2 കിലോ ഇറച്ചി മേടിച്ചു വെച്ചു. അപ്പം നമ്മളെല്ലാം ഞായറാഴ്ച പരിപാടിയായിരുന്നു. പക്ഷേ നമ്മുടെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, നമുക്ക് എന്തില്ലായിരുന്നു? ഞായറാഴ്ചയില്ല. ഒരു കാര്യം ഓർത്തോണ്, എന്ത് മുടക്കരുത്. ആരാധനയ്ക്ക് തീക്ഷ്ണത കാണിക്കാമോ, അവിടെയാണ് ദൈവം ജന്മമെടുക്കാൻ ഇഷ്ടപ്പെട്ടത്. ആരാധന മുടക്കരുത്. എല്ലാവരും ദൈവത്തോടും തോത്ത് പറയില്ല, നിവൃത്തിയുള്ളൂ. ആരാധന മുടക്കിക്കൊണ്ടിരുന്നാൽ അതിനകത്തൊരു പ്രശ്നം വരും, നമുക്ക് കുറ്റബോധം പോവും, നമുക്ക് അതിനകത്തൊരു ഗിൽറ്റി കോൺഷ്യസ് തോന്നത്തില്ല. പിന്നെ നമ്മളത് അതിനുമായിട്ട് അങ്ങ് ഈ മനസാക്ഷി എന്ന് പറയുന്ന ഒരു കാര്യം, അതിനൊരു പ്രത്യേകതയുണ്ട്. മനസാക്ഷിയുടെ ശബ്ദം ആദ്യം ശക്തമായിരിക്കും. തെറ്റുകണ്ട ആവർത്തനം മനസാക്ഷി എന്താക്കും? നിർജീവമാക്കും. ഒരു വട്ടം ആരാധന മുടക്കി, എൻ്റെ ദൈവമേ ഭയങ്കര, 2 വട്ടം മുടക്കി, 3 വട്ടം മുടക്കി, പിന്നെ അതൊരു വിഷയമാകുമോ? ഇല്ല. തെറ്റിദ്ധരിക്കരുതേ. ഇവിടുന്ന് പോകുന്ന പല പിള്ളേരും വിദേശത്തോട്ടൊക്കെ പോയിട്ട് ഇംഗ്ലീഷ് ചർച്ചിൽ പോകാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. എല്ലാവരുടെയും വിഷയം ഭാഷയല്ല. മലയാളം ചർച്ചകൾക്ക് പരിമിതികളുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പലരും മലയാളം ചർച്ചയിൽ പോകാത്തത് ഇതെല്ലാവരും കേൾക്കാൻ വേണ്ടിയാണ്. ഇവിടുന്ന് പോകുന്ന പല പിള്ളേരും മലയാളം ചർച്ചയിൽ പോകാതെ ഇംഗ്ലീഷ് ചർച്ചയിൽ ഞങ്ങൾ പോകുന്നുള്ളൂ, ഞങ്ങൾ ഇംഗ്ലീഷ് ചർച്ചിലാണ് പോകുന്നത് പറയുന്നത്. ഇവർക്ക് മലയാളം അറിയാൻ വേണ്ടിയിട്ടല്ല.
ഒറ്റ കാര്യം കൊണ്ടാണ് മലയാളം ചർച്ച ചെന്നാൽ ഞായറാഴ്ച ചെന്നില്ലെങ്കിൽ ഉച്ചയാകുമ്പോൾ എന്തോ വരും, വിളി വരും. അങ്ങനെ പോയൊരു പെങ്കൊച്ച് വിളിച്ച് ഒരു പാസ്റ്ററിനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ ഇനിയും എന്നെ വിളിച്ചാൽ ഞാൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. എനിക്ക് പാസ്റ്റർ കെയർ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പാസ്റ്ററെ വിളിക്കും. ആരാധന എൻ്റെ വ്യക്തിപരം, ഞാൻ വരുവോ വരാതിരിക്കുകയോ എൻ്റെ കാര്യം, എന്നെ എന്ത് ചെയ്തേക്കരുത്, തിരക്കിയേക്കരുത്. അതാണോ നമ്മുടെ സമൂഹം? അല്ല. ഞായറാഴ്ച കണ്ടില്ലെങ്കിൽ എന്തോ വരും, വിളി വരും. പിന്നെയും വിളിച്ചെടുത്തില്ലെങ്കിൽ അങ്ങ് വീട്ടിൽ വരും. പിന്നെ അല്ലെങ്കിൽ അടുത്ത ആഴ്ച രാവിലെ വന്ന് അവിടെ ഇരിക്കും. എന്തിനാ? കൊണ്ടുപോകാൻ. മക്കളെ, അത് നമ്മുടെ ഭാരത്തിൻ്റെ ഒരു ഭാഗമാണ്. അവർ പതിവ് പോലെ എന്തിനു പോയി? ആരാധനയ്ക്ക് പോയി. എല്ലാവരും ഒരിക്കലൂടെ പറഞ്ഞേ, എങ്ങനെ പോയി? പതിവ് പോലെ. സന്തോഷത്തോട് പറഞ്ഞേ, പതിവ് പോലെ. എന്ത് മുടക്കരുത്? ആരാധന മുടക്കരുത്. കണ്ടോ, ഒന്നും മറക്കരുത്. അവിടെ ജോസഫിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആരുടെ എന്ത് പറഞ്ഞില്ല, കുറ്റം പറഞ്ഞില്ല, പങ്കാളിയുടെ കുറ്റം പറഞ്ഞില്ല, അവരെൻ്റെ കുറ്റം പറയല്ലേ. 2, നമുക്ക് പരിമിതികളുണ്ടാകാം, എന്ത് പറയരുത്? പരിമിതികളിൽ എന്ത് ചെയ്യരുത്? പരാതിപ്പെടരുത്. പരിമിതികളെല്ലാം ദൈവസന്നിധി സമർപ്പിക്കണം, സ്തോത്രം ചെയ്യണം. ആർക്കാ കുറവില്ലാത്തേ? പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, കുറവുകളെല്ലാം ദൈവത്തിൻ്റെ പൊന്നു പാദപീഠത്തിൽ വെച്ച് സ്തോത്രം ചെയ്യുമ്പോൾ കുറവുകളെ പരിഹരിക്കുന്ന ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കാൻ കഴിയും. കുറവുകളെ പരിഹരിക്കുന്ന ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കാൻ കഴിയും. കണ്ടോ, 3-ാമത്തെ അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി. അങ്ങനെ അവർ പോയിട്ട് തിരിച്ചു വരികയാണ്. ഒന്നിച്ചാ പോവുക. തിരിച്ചു വരുമ്പോഴാണ് കുഞ്ഞില്ലെന്ന് അറിഞ്ഞു. ഒരു ദിവസം കഴിഞ്ഞപ്പോഴാണ് അവർ കുഞ്ഞില്ലെന്ന് അറിഞ്ഞത്. എനിക്ക് തിരുപ്പിറവിക്ക് വേണ്ടി ദൈവം എടുത്ത കുടുംബമാണ്. 12 വയസ്സായി കുഞ്ഞിന്. കുഞ്ഞില്ലെന്ന് അറിഞ്ഞു. പക്ഷെ അവരെപ്പോഴാണ് അറിഞ്ഞത്? ഒരു ദിവസം വഴി പോകയില്ല അറിഞ്ഞ്. ഒരു ദിവസം വഴി പോകയിൽ കുഞ്ഞിനെ തിരക്കാതിനൊരു കാരണം അവിടെ കാണുന്നുണ്ട്. കുഞ്ഞ് ആരുടെ കൂടെ കാണുമെന്നാണ് ഓർത്തേ? സഹയാത്ര. അപ്പോൾ ഈ കുടുംബത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആ കുടുംബം നല്ല അയൽബന്ധമുള്ളൊരു കുടുംബമായിരുന്നു. ആ കുടുംബത്തിന് എന്തുണ്ടായിരുന്നു? അയൽബന്ധം ഉണ്ടായിരുന്നു. നമ്മളെപ്പറ്റി ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്ത് വേണം? അയൽബന്ധം വേണം. ചെറിയൊരു കാര്യമല്ലത്. നല്ല ബന്ധങ്ങൾ വേണം. മനുഷ്യരെല്ലാം ബന്ധങ്ങളിൽ നിന്ന് വന്നവരും ബന്ധങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നവരും ബന്ധങ്ങൾക്ക് വേണ്ടിയുള്ളവരുമാണ്. അതുകൊണ്ടാണ് ദൈവം തൻ്റെ പുത്രൻ്റെ തൻ്റെ സാദൃശ്യത്തിൽ നമ്മളെ സൃഷ്ടിച്ചത്. അപ്പം അവരോർത്തു സഹയാത്രക്കാരുടെ കൂടെ ഉണ്ടാകുമെന്ന് ഓർത്തു. എന്നിട്ട് ഒരു ദിവസത്തെ വഴി പോന്നു. കാണാഞ്ഞിട്ട് തിരിച്ചു ചെന്നു. എത്ര ദിവസം? 3-ാം ദിവസം ചെന്നു. എനിക്കവിടെ ഒരാളെ ഇഷ്ടപ്പെട്ടു ഒത്തിരി. 3-ാം നാൾ കഴിഞ്ഞപ്പോൾ യേശു ചെന്നപ്പോൾ ദേവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നത് കണ്ടു. വയസ്സെത്ര? 12. ഈ കുഞ്ഞിനെ നോക്കിയാൽ മതി. 12 വയസ്സുള്ള കുഞ്ഞ് ഇപ്പം ഇരുന്ന് എന്തോ ചെയ്യുക? അവരുടെ ഉപദേശം കേൾക്കുന്നു, സംശയം ചോദിക്കുന്നു. അത്ഭുതപ്പെട്ടു പോയി അവർ. എല്ലാ മക്കളും അറിയണേ, ഇന്നത്തെ നമ്മുടെ 12കാരാണ് എന്തോ എടുക്കുമായിരിക്കും? മൊബൈൽ എടുക്കും. തട്ടിപ്പറിച്ച് മേടിച്ചാൽ അപ്പുറത്തോടെ പോയി ഇപ്പുറത്തോടെ എടുക്കും, ഇപ്പുറത്തോടെ മേടിച്ച് പോയാൽ അപ്പുറത്തോടെ എടുക്കും. പക്ഷേ ഈ 12കാരനെ കണ്ടോ? എന്തെടുക്കുക? ഉപദേശം കേൾക്കുകയും സംശയം ചോദിക്കുകയും ചെയ്യുക. കണ്ടോ, 12 വയസ്സേ ഉള്ളൂ. ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരിക്കുക. അങ്ങനെ ചെന്നപ്പോൾ കണ്ടോ, 48-ാമത്തെ വാക്യത്തിൽ കണ്ടിട്ടു. അവനെ കണ്ടിട്ട് അവർ അതിശയിച്ചു. അപ്പം യേശുവിൻ്റെ അമ്മ യേശുവിനോട് മകനെ ഞങ്ങളോടിങ്ങനെ ചെയ്തതെന്തെന്ന് ചോദിച്ചു. ആ വാക്ക് എല്ലാവരും ഒന്ന് പറഞ്ഞേ, മകനെ ഞങ്ങളോടിങ്ങനെ ചെയ്തതെന്തെന്ന് ചോദിച്ചു. ഞങ്ങളോടിങ്ങനെ ചെയ്തത്. അപ്പം നോക്കിയ തിരുപ്പിറവി എടുക്കുകയാണ്. അവിടെ ആ ഒരു തൊട്ടിൽ മുതൽ നമ്മൾ ചിന്തിക്കുക, ഞങ്ങളോട് 12 വയസ്സായി, ഞങ്ങളോട് ഇങ്ങനെ എന്തിനാ ചെയ്തത്? മകനെ ഞങ്ങളോട് ഇങ്ങനെ എന്തിനാ ചെയ്തത്? അത്ഭുതപ്പെടുത്തുന്നൊരു വാക്കാണ് മകനെ. ഇത്രയും ടെൻഷൻ അടിച്ച് അവിടെ ചെന്നപ്പോൾ അമ്മ മോനോട് വിളിച്ചത് എന്താ? മോനെ എന്നാ. ഇങ്ങനൊരു കുഞ്ഞിനെ കാണാതെ പോയി, തപ്പിച്ചെല്ലുന്നു. 3-ാം ദിവസം കിട്ടുന്നു. നിങ്ങളെന്തോ വിളിക്കും? അയ്യോ പറയല്ലേ, അറിയാതെ വിളിച്ചു പോകരുത്. 3-ാം ദിവസം കാണുമ്പോൾ എന്തോ വിളിക്കും? മലയാളിയായ നമ്മൾ മോനെ വിളിക്കുമായിരിക്കും. പക്ഷെ വെറും മോനെ വിളിക്കുമോ? ഇല്ല. ഈ അമ്മ വിളിച്ച എന്താ? മോനെ എന്നാ വിളിച്ച്. ചീത്ത വിളിച്ചോ? ഇല്ല. ചീത്ത വിളിച്ചോ? ഇല്ല. പലരും ഈ ദേഷ്യം വരുമ്പോൾ പിള്ളേരെ ചീത്ത വിളിക്കും.
ആ ചീത്ത ആര് കേട്ട് പിടിക്കും? പിള്ളേർ കേട്ട് വിളിക്കും. ഞാനൊരിക്കൽ അമേരിക്കയിൽ പോയി. അമേരിക്കയിൽ ഒരു വീട്ടിൽ 2 കൊച്ചു പിള്ളേരെ എന്നെ ഏൽപ്പിച്ചിട്ട് അവർ പുറത്ത് പോയി. ഒരു മോളും ഒരു മോനും. ഇവരിങ്ങനെ കുലുകുലാന്ന് ഇംഗ്ലീഷ് പറയുക. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, കാരണം ഭയങ്കര സ്പീഡിലാണ് പറയുന്നത്. അപ്പം ഞാൻ ആ മോളോട് പറഞ്ഞു, മോളെ ഡു വൺ തിങ്, കുഡ് യു പ്ലീസ് ടോക്ക് വിത്ത് മീ ഇൻ മലയാളം. ഇറ്റ്സ് ഡിഫിക്കൽട്ട് ഫോർ മീ ടു അണ്ടർസ്റ്റാൻഡ് യുവർ ലാംഗ്വേജ് ഫ്ലുവൻലി. ഉടനെ അവൾ എന്നോട് പറഞ്ഞു, അങ്കിൾ ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് ഇൻ മലയാളം, ഐ ഹേറ്റ് ദിസ് ലാംഗ്വേജ്. മലയാളം ഐ ഹേറ്റ്, എനിക്ക് വെറുപ്പാണ് ഇത് പറയുക. അവിടെ ഇളയ ആങ്ങള അവൾക്കിട്ട് ഒറ്റ അടി വെച്ച് കൊടുത്തു. ആ ഇളയ ആങ്ങളുടെ അടി കിട്ടിയപ്പോൾ അവൾ ആ തിരിഞ്ഞ ആങ്ങളെ പച്ചത്തെറി മലയാളത്തിൽ വിളിച്ചു. ഏതായാലും ഒരു കാര്യം എനിക്ക് പിടികിട്ടി, അത് എവിടെ നിന്ന് പഠിച്ചതല്ല, നഴ്സറിയിൽ നിന്നൊന്നും പഠിച്ചതല്ല. കാരണം അമേരിക്കയിൽ മദാമ ഒരിക്കലും മലയാളത്തിൽ പറയത്തില്ല. പിന്നെ ഇതാര് പഠിപ്പിച്ച? ഒന്നിൽ അമ്മ മോനെ വിളിച്ചതാ, അല്ലെ അച്ഛൻ അമ്മയെ വിളിച്ചതാ, തിരിച്ചും ആകാം, അമ്മ അച്ഛനെ വിളിച്ചതാകാം. ഏതായാലും ഭാഷ എപ്പോഴും എവിടത്തെയാ? വീട്ടിലെയാ. ഈ അമ്മ വിളിച്ച എന്താ? മോനെ എന്നാ വിളിച്ചത്. അപ്പോൾ എത്ര പ്രകോപനം ഉണ്ടായാലും ചീത്ത വിളിക്കില്ലേ? നമ്മൾ പഠിക്കണം, പ്രാർത്ഥിക്കണം. എത്ര പ്രകോപനം ഉണ്ടായാലും ചീത്ത വിളിക്കണം. എന്നാ കാര്യം ചോദിച്ചാൽ വേദപുസ്തകത്തിൽ ഒരു വാക്ക് എന്നെ ഭയപ്പെടുത്തുന്നുണ്ട്. ഏത് നിസാര വാക്കിനും ഉയ്യോ മൂഢാന്ന് വിളിച്ചാൽ ന്യായാധിപ അഗ്നി നരകം, അത് ഗഹന്യയാണ്. അവിടെ ഇങ്ങനെ കൊണ്ടിട്ട് കത്തിക്കുന്ന ഒരു താഴ്വര ഉണ്ടായിരുന്നു. അതിൻ്റെ പശ്ചാത്തലം എടുത്തുകൊണ്ടാണ് പറയുന്നത്. അഗ്നി നരകം, നിത്യദണ്ഡനം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കേൾപ്പാൻ വേഗതയും പറയാൻ താമസവും. എത്ര പ്രകോപനം ഉണ്ടായാലും ഒരു മോശപ്പെട്ട വാക്ക് പറയാതിരിക്കാൻ പ്രാർത്ഥിക്കണം. അങ്ങനെ പറഞ്ഞതുകൊണ്ട് യേശു കർത്താവിൻ്റെ ഭാഷാശൈലി സാംശീകരിക്കപ്പെടുന്നുണ്ട്. തിബരിയാസിൻ്റെ കടൽക്കരയിൽ കുറേ പിള്ളേരത്ത് രാത്രി പോയി, നേരം വെളുക്കോളം പോയിട്ട് ഒന്നും കിട്ടിയില്ല. താണ്ട് രാവിലെ വന്ന് കയറിയിരിക്കുക. പക്ഷേ കരയ്ക്ക് ഒരാൾ നിൽപ്പുണ്ട്. ആരാ? ഗുരുവാ. യേശു എന്താ വിളിച്ചേ? കുഞ്ഞുങ്ങളെ, മൈ ഡിയർ ലിറ്റിൽ ചിൽഡ്രൻ, കുഞ്ഞുങ്ങളെ കൂട്ടാൻ വല്ലതുമുണ്ടോ? കണ്ടോ ആ ഭാഷയുടെ സ്വാധീനം? യോഹന്നാനും പിന്നെ വിളിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യരുത്. അപ്പം ആ ഭാഷ ഭയങ്കര ഒരു ആത്മീയൻ്റെ ഏറ്റവും വലിയ ആത്മീയതയുടെ ഏറ്റവും വലിയ ലക്ഷണം എന്താ? ഭാഷയാണ്. ഭാഷ ചെറിയൊരു കാര്യമല്ല. ഒരാൾ ആത്മീയനാണോ എന്ന് തെളിയിക്കുന്ന അവൻ്റെ എന്താ? ഭാഷയാണ്. അനാത്മീയനാണെങ്കിൽ അവൻ്റെ അകത്ത് മോശപ്പെട്ട ഭാഷയുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രകോപന സാഹചര്യത്തിൽ അതറിയാതെ പുറത്തു വരും. ദൈവത്തോടെന്നും പ്രാർത്ഥിക്കണം, എൻ്റെ ഭാഷ ഉപ്പിനാ രുചി വെച്ചത് അരിപ്പാൻ, എൻ്റെ ഭാഷ നല്ലതാകാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയണം. മകനെ ഞങ്ങളോടിങ്ങനെ ചെയ്ത് എന്ത്? അടുത്തിട്ട് മറിയം പറയുകയാണ്, നിൻ്റെ അപ്പനും ഞാനും. ആ വാക്കെല്ലാവരും ഒന്ന് പറഞ്ഞേ, നിൻ്റെ അപ്പനും ഞാനും. എൻ്റെ പൊന്ന് അമ്മമാരോട് ഞാൻ ചോദിച്ചോട്ടെ, മറിയല്ലേ പറഞ്ഞേ? ടെൻഷൻ അടിച്ച് പറയണം, പെട്ടെന്ന് പറയണം. ഇങ്ങനൊരു സാഹചര്യത്തിൽ അങ്ങനെ പെട്ടെന്ന് പറയുമ്പോൾ നിൻ്റെ അപ്പനും ഞാനും എന്ന് പറയോ, ഞാനും നിൻ്റെ അപ്പൻ എന്ന് പറയോ? പെട്ടെന്ന് പറഞ്ഞേ. ഞാനും നിൻ്റെ അപ്പനും, നിൻ്റെ അപ്പനും ഞാനും. വ്യത്യാസം എന്താ? ചെറിയ കാര്യമാണെങ്കിലും വലിയ വ്യത്യാസമാണ്. ഞാനും നിൻ്റെ അപ്പനും, നിൻ്റെ അപ്പനും ഞാനും. വ്യത്യാസം. ഞാനും നിൻ്റെ അപ്പനാവുമ്പം ആർക്കാ പ്രാധാന്യം? എനിക്കാ. നിൻ്റെ അപ്പനും ഞാനും ആകുമ്പോൾ ആർക്കാ പ്രാധാന്യം? അപ്പനാ. മറിയം പറഞ്ഞ എന്താ? നിൻ്റെ അപ്പനും ഞാനും. അപ്പം മറിയം ആർക്ക് പ്രാധാന്യം കൊടുത്തു? അപ്പന് പ്രാധാന്യം കൊടുത്തു. അപ്പോൾ ആ ഒരു വീട്ടിൽ ശരിക്കും ജോസഫ് വളർത്തച്ഛനാണ്. എന്നിട്ട് പോലും ആ അപ്പൻ എന്ത് കൊടുത്തു? പ്രാധാന്യം കൊടുത്തു. എപ്പോഴും ഓർത്തോണം, പരസ്പരം ബഹുമാനിക്കുന്നിടത്താണ് യേശു ജനിച്ചത്. പരസ്പരം ബഹുമാനിക്കുന്ന ഒരു വീട്ടിലാണ് ആര് ജനിച്ചത്? യേശു ജനിച്ചത്. നിൻ്റെ അപ്പനും ഞാനൊരു വീട്ടിൽ കയറി ചെന്നപ്പോൾ അമ്മച്ചി എന്നോട് പറയുകയാണേ, നടന്ന കാര്യമാണ്. അമ്മച്ചി എന്നോട് പറയാം, മോനെ ഈ വീട് ഇത്രയും ആക്കിയത് ഞാൻ കഷ്ടപ്പെട്ടാണ് ഇതെല്ലാം ആക്കി. ഞാനിവിടെ വരുമ്പോൾ ഈ കെട്ടിയവൻ്റെ അനിയന്മാരെല്ലാം പിള്ളേരാണ്, എല്ലാത്തിനും വളർന്നു. അപ്പോൾ കുറേ നേരം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അറിയാതെ ചോദിച്ചു പോയി, അച്ചായൻ മരിച്ചിട്ട് എത്ര നാളായ? പുള്ളി പുറകിൽ നിൽപ്പുണ്ട് പശുവിനെ തീറ്റി. അമ്മച്ചി അല്ല അറ്റൻഡ് ചെയ്തേ, എല്ലാം അമ്മച്ചിയായിരുന്നു, ഞാനാണ് എല്ലാം. ആരാ? ഞാനാ. പക്ഷെ മറിയം പറഞ്ഞ എന്താ? നിൻ്റെ അപ്പനും ഞാനും. കണ്ട വ്യത്യാസം? ഞാനും നിൻ്റെ അപ്പനെന്നല്ല, നിൻ്റെ അപ്പനും. അപ്പോൾ യേശു ജനിച്ച വീട്ടിൽ അവരെ പരസ്പരം എന്ത് ചെയ്തു? ബഹുമാനിച്ചു. മറിയം ജോസഫിന് പ്രാധാന്യം കൊടുത്തു. ജോസഫ് അന്ന്
പുരുഷന്മാർ സംസാരിക്കുള്ളൂ, സ്ത്രീകളെ സംസാരിപ്പിക്കില്ല. പക്ഷേ എന്നിട്ട് പോലും ജോസഫ് മറിയത്തെ കൊണ്ട് സംസാരിപ്പിക്കുകയാണ്. ജോസഫ് അപ്പോൾ ആർക്ക് പ്രാധാന്യം കൊടുത്തു? മറിയത്തിന് പ്രാധാന്യം കൊടുത്തു. അങ്ങനെ അവർ പരസ്പരം ബഹുമാനത്തോടെ സ്നേഹിച്ചെടുത്താണ്, ആദരവോടെ കണ്ടെടുത്താണ് ക്രിസ്തു ജനിക്കുക. കണ്ടോ? എന്നിട്ട് വീണ്ടും മുമ്പോട്ട് പോകുകയാണ്. അവരവരോട് എന്നെ എന്തിനാണ് ഇവിടെ തിരഞ്ഞത് എന്നവർ ചോദിച്ചു. ഈ കാര്യങ്ങളെല്ലാം അവൻ്റെ അമ്മ ഹൃദയത്തിൽ സംഹരിച്ചു. 52 വാക്യം, ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 52 വാക്യം. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിൽ, ആൻഡ് ജീസസ് ഇൻക്രീസ്ഡ് ഇൻ വിസ്ഡം ആൻഡ് ഇൻ സ്റ്റേച്ചർ ആൻഡ് ഇൻ ഫേവർ വിത്ത് ഗോഡ് ആൻഡ് മാൻ. അത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. മനുഷ്യൻ്റെയും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിൽ, ദൈവത്തിൻ്റെ ഇൻ ഫേവർ വിത്ത് ഗോഡ് ആൻഡ് മാൻ. മറക്കരുത്, ഇൻ ഫേവർ വിത്ത് ഗോഡ് ആൻഡ് മാൻ. ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും. എല്ലാവരും വാക്കൊന്ന് ചേർന്ന് പറയാമോ? ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും. അപ്പം നമുക്ക് ആരുടെയെല്ലാം അനുഗ്രഹം വേണം? ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം, മനുഷ്യൻ്റെ അനുഗ്രഹം വേണം. മറക്കരുത്, ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം. ലോകരക്ഷിതാവായ ക്രിസ്തു നമുക്ക് വേണ്ടി ജഡാവതാരമെടുത്ത് വളരുമ്പോൾ 12 വയസ്സിൽ നമ്മൾ കാണുന്ന കാഴ്ച പിന്നെയും മുതിരുകയാണ്. പക്ഷേ എങ്ങനെയാ കർത്താവ് ജനിച്ച് വളർന്നത്? ദൈവാനുഗ്രഹത്തിലും മനുഷ്യാനുഗ്രഹത്തിലും. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളോട് പറയട്ടെ, 2 അനുഗ്രഹങ്ങൾ എല്ലാവർക്കും വേണം. 1 ദൈവാനുഗ്രഹം, 2 പറഞ്ഞ മക്കളെ, ദൈവാനുഗ്രഹം വേണം, 2 മനുഷ്യൻ്റെ അനുഗ്രഹം വേണം. ദൈവാനുഗ്രഹം നമുക്ക് പലപ്പോഴും കിട്ടുന്ന ആരിലൂടെ? മനുഷ്യരിലൂടെ. മനുഷ്യർ നമ്മെ അനുഗ്രഹിക്കണം, മനുഷ്യൻ്റെ അനുഗ്രഹം വേണം. വേണ്ടേ? വേണം. ദൈവം യേശുക്രിസ്തു പൂർണ്ണ ദൈവം പൂർണ്ണ മനുഷ്യൻ വളർന്നു ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും കൃപയിലും. അങ്ങനെ അവിടെ എഴുതിയിരിക്കുക, ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിൽ. അർത്ഥം, ദൈവാനുഗ്രഹം വേണം, മനുഷ്യാനുഗ്രഹം വേണം. ആരുടെ അനുഗ്രഹം വേണം? ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം. 2 മനുഷ്യരുടെ അനുഗ്രഹം വേണം. നമുക്ക് ഈ മനുഷ്യാനുഗ്രഹങ്ങൾ എങ്ങനെ കിട്ടുക? ദൈവാനുഗ്രഹവും മനുഷ്യാനുഗ്രഹവും. മനുഷ്യൻ്റെ അനുഗ്രഹവും ഉണ്ട്, മനുഷ്യരുടെ ശാപമുണ്ട്. മനുഷ്യരുടെ അനുഗ്രഹമുണ്ട്, മനുഷ്യരുടെ ശാപവും കിട്ടും. മനുഷ്യരുടെ ശാപം കിട്ടിയാൽ നല്ലതാണോ? അല്ല. ഉള്ളു നൊന്ത് ആരുടെയും ഒരു ശാപവും മേടിക്കരുത്. കാരണം കൂടാതെ ശാപം ഫലിക്കത്തില്ലെന്നറിയാം. പക്ഷേ ശാപം ഫലിക്കുന്നതും കേൾക്കുന്നതും കണ്ടിട്ടുണ്ട്. എനിക്കറിയാവുന്ന എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അച്ഛൻ ഫാദർ പാതിരിയ അച്ഛനാ. അപ്പോൾ ആ അച്ഛൻ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം സുഹൃത്തിനോട് പലപ്പോഴും പറയും. സുഹൃത്തിൻ്റെ അച്ഛൻ പട്ടക്കാരനാണ്. അവർ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ഒരു പള്ളിയുടെ സംഭവം ഈ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനത് ചോദിച്ച് കൺഫേം ചെയ്തിട്ടുണ്ട്, നടന്ന സംഭവമാണ്. അവിടെ 2 വീട്ടുകാർ തമ്മിൽ വഴക്കുണ്ടായപ്പോൾ ഒരു മാമോദിസയുടെ തലേദിവസവും മറ്റോ സംതിങ്, എനിവേ എനിക്ക് ആ സംഭവം ഏതായാലും വഴക്കിൻ്റെ പശ്ചാത്തലത്തിൽ പള്ളി വഴക്ക് മൂത്തപ്പോൾ മറ്റേ കൂട്ടരുടെ ഈ ജയിക്കാൻ വേണ്ടി അവിടെ മാമോദിസ മുക്കാതിരിക്കാൻ വേണ്ടി മറ്റേ കൂട്ടർ ചെയ്തെല്ലാം ചോദിച്ച് ആരാധന മുടക്കാൻ വേണ്ടി മാമോദിസ തൊട്ടിൽ വെളിക്കിറങ്ങി. പിന്നെ പറ്റിയ എന്നാ കാര്യം ചോദിച്ചാൽ പിന്നെ അവിടെ ആരും മാമോദിസ മുക്കാറായി. നമ്മൾ ശിഷ്യാനത്തിൽ വിശ്വസിക്കുന്നില്ല, മാമോദിസ മുക്കാറായി. അപ്പോൾ അന്നുണ്ടായിരുന്ന വലിയ തിരുമേനി വന്നിട്ടൊരു കാര്യം ചെയ്തു. ഇത് കഴുകി പോലും മനുഷ്യരെയെല്ലാം വിളിച്ചു കൂട്ടി, ഭക്തനായ മനുഷ്യൻ മൊത്തം കഴുകിയിട്ട് ഇതിനെ ഈ തൊട്ടിയിൽ വെള്ളം നിറച്ചിട്ട് എല്ലാവരുടെ മുമ്പിൽ കൈക്കുമ്പിൾ ഇത് കോരി കുടിച്ചു. എന്തിനാ? മനുഷ്യരെ വിശ്വസിപ്പിക്കാൻ, അതിൻ്റെ ആ ദോഷം മാറിയെന്ന് കാണിക്കാൻ കൈക്കുമ്പിളി വെള്ളം കോരി കുടിച്ചതിൽ പിന്നാണ് ആൾക്കാർ ആ പള്ളി വരാൻ തുടങ്ങിയത്. പക്ഷേ എന്നോട് അച്ഛൻ പറഞ്ഞൊരു കാര്യം, അതിൽ പിന്നെ ആ വീട്ടിലുണ്ടാകുന്ന പലർക്കും പോലും മലദ്വാരത്തിൽ ക്യാൻസറുണ്ട്. എന്താ കാര്യം? ഇതെല്ലാം പരമാർത്ഥങ്ങളാണ്. മനുഷ്യരുടെ അനുഗ്രഹമുണ്ട്, മനുഷ്യരുടെ ശാപമുണ്ട്. അപ്പം മനുഷ്യരുടെ അനുഗ്രഹം മേടിക്കണം. ചെറിയൊരു കാര്യമല്ല. അപ്പൻ്റെ അമ്മയുടെയൊക്കെ എന്ത് വേണം? അനുഗ്രഹം വേണം. വല്യപ്പച്ചൻ്റെയൊക്കെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ പോയി അനുഗ്രഹം പിടിച്ച് മേടിച്ചോണം. ചാകുന്നതിന് മുമ്പ് അനുഗ്രഹം തന്നിട്ട് പോകാൻ പറയണം.
കിട്ടിയതാണ്. നല്ല മനസ്സ് തുറന്ന അനുഗ്രഹം കിട്ടിയാൽ രക്ഷപ്പെടും. കിട്ടിയതാണ്. എൻ്റെ അപ്പൻ എന്നെ പഠിപ്പിച്ചൊരു പാഠമുണ്ട്. അത് ഞാൻ മക്കളോടെല്ലാം പറയും. സീരിയസ് ആയിട്ട് മനസ്സിലാക്കിയ വലിയ അനുഗ്രഹമുണ്ട്. എൻ്റെ അപ്പന് മരിച്ചിട്ടിപ്പം കുറേ നാളായി. എന്നാലും വടിവത്ത കതർ ഷർട്ട്, കതർ മുണ്ട്, ആ ജുബായുടെ പോക്കറ്റിൽ എപ്പോഴും ഒരു പേഴ്സ്, ഒരു പേന, അതെപ്പോഴും സന്തത സഹചാരിയാണ്. ആ പേഴ്സിനകത്ത് എപ്പോഴും മിനിമം 1,00,000 രൂപ മേലിൽ കാണും. ക്ഷാമമില്ലാത്തൊരു പേഴ്സ് 1,00,000 രൂപ മേലെപ്പം കാണും. ഇപ്പോൾ അതിനകത്തുനിന്ന് 50,000 എടുത്തെന്ന് വെച്ചു, അന്ന് ദിവസം തന്നെ അതിനകത്ത് 50,000 തിരിച്ചു കയറും. അക്ഷയപാത്രം പോലെ എപ്പോഴും ആ പേഴ്സിൽ പൈസയുണ്ട്. അപ്പോൾ ആ പൈസ അത്യാവശ്യം ചോദിച്ചാൽ തരുമ്പം ഈ കഥ പറഞ്ഞിട്ട് തരത്തുള്ളൂ. എടാ ഇങ്ങനെ എൻ്റെ പേഴ്സിൽ പൈസ ഇരിക്കുന്നത്. അങ്ങനെ എടാ അനുഗ്രഹം. എന്നാ കാര്യം ചോദിച്ചാൽ മിലിറ്ററിയിലായിരുന്നു. മിലിറ്ററിയിൽ നിന്ന് ജോലി കഴിഞ്ഞ് വന്നു. അന്നേരം എൻ്റെ അപ്പച്ചനുണ്ട്, അമ്മച്ചി മരിച്ചുപോയി. അപ്പം മിലിറ്ററിയിൽ നിന്ന് ജോലി കഴിഞ്ഞ് ഞങ്ങൾ കുഞ്ഞാ. അപ്പം വന്നപ്പോൾ അപ്പച്ചൻ്റെ കയ്യിൽ എൻ്റെ അപ്പ ഉണ്ടായിരുന്ന പൈസ, കിട്ടിയ പൈസ മൊത്തം കൊടുത്തിട്ടാണ് കിടന്നുറങ്ങുക. രാവിലെ എഴുന്നേറ്റിട്ട് മൂത്ത പെങ്ങൾ അന്ന് പാലായിലുണ്ട്, പെങ്ങളെ കാണാൻ പോകണം. പെങ്ങളെ കാണാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന എൻ്റെ അപ്പം പോകുന്നില്ല, ഇങ്ങനെ വട്ടം ചുട്ടി നിൽക്കുക. അപ്പോൾ എൻ്റെ അപ്പച്ചൻ എൻ്റെ അമ്മയോട് ചോദിച്ചു, എന്നടി അവൻ പോകാൻ പറ, പോയാലേ വരാനൊക്കത്തുള്ളൂ, ബസ്സിനല്ലേ പോയി വരിക അന്ന്. അപ്പോൾ എൻ്റെ അമ്മ എൻ്റെ അപ്പച്ചനോട് പറഞ്ഞു, അച്ഛാ പോകാത്ത, അച്ഛൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, വണ്ടിക്കൂലി ഇല്ലാത്തതുകൊണ്ടാണ് പോകാത്ത. അപ്പോൾ എൻ്റെ അപ്പച്ചൻ എൻ്റെ അമ്മയോട് ചോദിച്ചു, ഇവനെ ഇത്രയും നാളെ മിലിറ്ററി ജോലി ചെയ്തതിൻ്റെ കയ്യിൽ പൈസ ഇല്ല, അപ്പോൾ അവനുണ്ടാക്കിയ പൈസ ഇല്ല എന്ത് ചെയ്യും? അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, എൻ്റെ അച്ഛൻ്റെ ഉണ്ടായിരുന്ന മുഴുവൻ പൈസ അപ്പച്ചൻ്റെ തന്നിട്ടാണ് രാത്രി കിടന്നെന്ന് പറഞ്ഞു. ഒന്നും കയ്യില്ലെന്ന്. എൻ്റെ അപ്പച്ചന് ഭയങ്കര സങ്കടമായി. എൻ്റെ അപ്പച്ചൻ വലിയവായി കരഞ്ഞു എന്നാണ് പറഞ്ഞ്. കരഞ്ഞൊരു പേഴ്സ് എടുത്തിട്ട് ഇച്ചിരി പൈസ ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു, നിൻ്റെ ജീവകാലത്ത് ഇതിനകത്ത് പൈസ കുറയത്തില്ല. സത്യമായിരുന്നു, ആ പേഴ്സിൽ പൈസ കുറയത്തില്ല. മരിക്കാൻ നേരത്ത് പെട്ടെന്ന് അസുഖം കൂടി ICU കയറി. ICU കയറിയപ്പോഴത്തേന് പേഴ്സ് എൻ്റെ വന്നു. എൻ്റെ കയ്യിലൊരു പ്രശ്നമുണ്ട്, പൈസ വന്നാൽ നിൽക്കില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പൈസ തീരും. പേഴ്സ് വന്നു, പൈസ തീരും, അത് വേറൊരു കാര്യം. അപ്പോൾ അപ്പോഴേക്ക് തിരുവനന്തപുരത്ത് തന്നൊരു സെൻ്ററുണ്ട്. അപ്പോൾ അവിടെ ജീവനായിരുന്നു, ചങ്കായിരുന്നു അവർ. അപ്പോൾ അവിടുന്ന് ഒരു 2 ബസ് നിറച്ച ആൾക്കാർ ഉച്ച കഴിഞ്ഞ് കാണാൻ വരിക. അതൊരു ഞായറാഴ്ചയാണ്. അങ്ങനെല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിരുന്ന അവർ വരുമ്പോഴത്തേനും ഇവിടെ ഫുഡും എല്ലാം, അവർ വയ്യായിരിക്കുന്ന അപ്പയെ കാണാൻ വരിക. പെട്ടെന്നാണ് ICU കയറുക. എന്നപ്പോഴത്തേനും അവർ യാത്ര തിരിച്ചു. അവരിവിടെ വന്നപ്പോഴത്തേനും അവരെ കാണണം, അവർക്ക് കാണണം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരാളെ വല്ലതും കയറ്റാം, ഇത്രയും പേരെ ICU കയറ്റാൻ ഒക്കത്തില്ല. പപ്പ വഴക്ക് പിടിച്ചു, എനിക്ക് കണ്ടേ ഒക്കത്തുള്ളൂ, ഞാനവരെ വിളിച്ചു വരുത്തി, എനിക്ക് എത്ര വയ്യായാലും അവരെ കാണും. അവസാനം പറഞ്ഞു, എഴുതി വെക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എഴുതി വെച്ച് കൺസെൻറ്റ് കൊടുത്ത് ICUവിന് പുറത്തൊരു എല്ലാം ഡിറ്റാച്ച് ചെയ്ത് ഒരു വീൽ ചെയറിൽ ICUവിന് പുറത്ത് കൊണ്ടു. അസാധാരണമായൊരു കാഴ്ചയായിരുന്നു. ആ ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ എല്ലാവരും മുട്ടുകുത്തി ഒന്നിച്ചു പാടി അവർ ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ. അവിടെ പ്രിയപ്പെട്ട പാഷ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കണ്ണീരോട് അവർ പ്രാർത്ഥിച്ചു. അവർ പിരിയുകയാണ്. ഇനിയും ഒരു പക്ഷേ കാണാത്തൊരു പിരിച്ചിലെന്നുള്ള ചിന്ത അവർക്കുണ്ടോയെന്നറിയില്ല. അന്നേരം അവരെല്ലാവരും കൊണ്ട് കാണിക്ക കൊടുത്തു. അവിടെ പ്രധാന പാർശ്വം എല്ലാം അവർ കാണിക്കുക, തിരുവനന്തപുരംകാരെ കാണിക്ക കൊടുത്തു. ആ പൈസ മേടിച്ച് ടീഷർട്ടിൻ്റെ പോക്കറ്റ് ഇട്ടിട്ട് അവരോട് യാത്ര പറഞ്ഞ് തിരിച്ച് ICU കയറി. രാത്രി എൻ്റെ ഭാര്യ കാണാൻ കയറിയപ്പം പറഞ്ഞു, അപ്പോൾ ആ പൈസ ഇങ്ങനെ, അപ്പോൾ ICU പൈസയും വെച്ചുകൊണ്ട് കിടക്കണ്ട, എൻ്റെ പിള്ളേർ തന്ന പൈസ അവിടെ കിടക്കട്ടെ. ഒരു 4 മണിയായപ്പം ഡോക്ടറിനെ വിളിച്ചു. അപ്പോഴേക്ക് സീരിയസ് ആണ്. ഞാൻ നോക്കി നിൽക്കുമ്പം മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ബോഡി ഇങ്ങനെ തപ്പി തൂത്തപ്പോൾ പോക്കറ്റിൽ പൈസ ഇരിക്കും. ഞാൻ എടുത്ത് എൻ്റെ പോക്കറ്റിൽ വെച്ചു, ബോഡി കൊണ്ട് മോർച്ചറി വെച്ചു, എല്ലാവരും വന്നു വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഓഫീസിൽ പോയി കണക്ക് നോക്കി. അവരൊരു എമൗണ്ട് പറഞ്ഞ് 26,000 രൂപ ഉണ്ടായിരുന്നു. അത് അപ്പോൾ എൻ്റെ വേറെ ഒരു പൈസയില്ല, ഈ പോക്കറ്റിൽ ഇട്ട പൈസയേ ഉള്ളൂ. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, 1 രൂപ കൂടുതലില്ല, 1 രൂപ കുറവില്ല. കറക്റ്റ് ബില്ലടയ്ക്കാനുള്ള പൈസയല്ല എൻ്റെ അത്ഭുതം, കറക്റ്റ് ബില്ലടയ്ക്കാൻ. ആ പൈസ ഞായറാഴ്ച ഉച്ചയ്ക്ക് എടുത്തു, തിരുവനന്തപുരത്ത് വന്നവരിട്ടു. അത് ഇട്ടുകൊണ്ട് കിടന്നു മരിച്ചു. ബില്ലടയ്ക്കാനുള്ള പൈസ. അപ്പൻ്റെ അനുഗ്രഹം. നിനക്കുള്ളത് ജീവകാലത്ത് കുറയത്തില്ല, നിനക്കുള്ളത് ജീവകാലത്ത് കുറയില്ല. ഒരു കാര്യം മറക്കരുതേ, ദൈവാനുഗ്രഹം വേണം, മനുഷ്യാനുഗ്രഹം വേണം. അപ്പൻ്റെ അമ്മയുടെയും അനുഗ്രഹം വേണം, പ്രായമുള്ളവരുടെ അനുഗ്രഹം വേണം. അതുകൊണ്ടാണ് പ്രായമുള്ള ദൈവദാസന്മാരെയൊക്കെ കണ്ട അപ്പച്ചൻ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാൻ പറയണം. എന്താ കാര്യം എന്നറിയാമോ? അവരൊത്തിരി ഓടിയവരാണ്.
അവിടെ ഒരു അനുഗ്രഹം കിട്ടിയ ഒരനുഗ്രഹമാണ്. അപ്പോൾ അതുകൊണ്ട് വേദവസം പഠിപ്പിക്കുന്നു, യേശുക്രിസ്തു വളർന്നു എങ്ങനെ? ദൈവാനുഗ്രഹം മനുഷ്യാനുഗ്രഹം. എല്ലാവരും ഒന്നുകൂടെ ഉറക്കം പറഞ്ഞേ, ദൈവാനുഗ്രഹം മനുഷ്യാനുഗ്രഹം. അതുകൊണ്ട് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും അനുഗ്രഹത്തിൽ വളർന്ന ക്രിസ്തുവിനെ നമ്മളവിടെ കാണുകയാണ്. 12 വയസ്സ് കാലസമ്പൂർണതയിൽ നമുക്ക് വേണ്ടി കർത്താവ് ജന്മമെടുത്തു, വളർന്നു. പിന്നെ 30-ാമത്തെ വയസ്സിൽ നമ്മൾ ക്രിസ്തുവിനെ കാണുന്നു. ക്രിസ്തു സ്നാനമേക്കുകയാണ്. അപ്പോൾ തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുക. അതിനിടയിലുള്ള ഒരു കാലഘട്ടത്തെക്കുറിച്ചുള്ള ഒരു കാലഘട്ടം, ആ വിവരണം നമുക്ക് എല്ലാവർക്കും അറിയാം. ഭാരമുള്ള മരപ്പണിക്കാരനായിരുന്നു. ഒത്തിരി കഷ്ടപ്പെട്ടു, അധ്വാനിക്കാതിരിക്കണം, അപ്പനെ സഹായിച്ചു, മരപ്പണിക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ ക്രിസ്തു തൻ്റെ പരസ്യശുശ്രൂഷ ആരംഭിക്കുമ്പോൾ പറയുന്നൊരു വാക്കുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവർ. എനിക്ക് ആ വാക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തുകൊണ്ടായിരിക്കണം കർത്താവിനത് പറയാൻ കഴിയുക? അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അധ്വാനിച്ചതിൻ്റെ വേദന അവനറിയാം. നാക്കുകൊണ്ടല്ല, വാക്കുകൊണ്ടല്ല, നല്ല പോലെ അധ്വാനിച്ചു. 17-18 വയസ്സുള്ള പിള്ളേരെന്ന് കറങ്ങുമ്പോൾ ഭാരമുള്ള മരമെടുത്തുകൊണ്ട് മരപ്പണിക്കാരനായ ക്രിസ്തുവിന് അധ്വാനത്തിൻ്റെ വേദനയെ അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഗുരുവിന് ആരെക്കാട്ടും കൂടുതൽ ലോകത്തോട് പറയാൻ കഴിയും, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുവേ നിങ്ങൾ എൻ്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ എന്തു ചെയ്യും? ആശ്വസിപ്പിക്കും. അങ്ങനെ അരിമരക്ഷകനായ കർത്താവ് 30-ാമത്തെ വയസ്സിൽ പരസ്യശുശ്രൂഷ ആരംഭിച്ചു. മനുഷ്യരുടെ പ്രശ്നങ്ങൾ ഇടപെട്ടു. ഈ മനുഷ്യരുടെ സമാധാനം കെടുത്തുന്ന ഒത്തിരി കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് രോഗങ്ങൾ വരിക, മരണം. ഇതെല്ലാം തന്നെ ബുദ്ധൻ പോലും നമുക്കറിയാം, മരണത്തെ ഇല്ലാത്ത ഒരു വീട് ഇങ്ങനെ അലഞ്ഞു എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഈ മരണവും ദുഃഖവും രോഗങ്ങളും എല്ലാം മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് വല്ലാത്ത കയ്പുകൾ കൊണ്ടുവരും. മരണം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുക, രോഗം പേറിയ മനുഷ്യൻ. അതുകൊണ്ടാണ് ഒത്തിരി നാൾ രോഗം പേടിച്ച് കൂനിയായ ഒരു സ്ത്രീ, അശുദ്ധാത്മാവ് ബാധിച്ച് രോഗം ബാധിച്ച മക്കളെയും കൊണ്ട് വന്ന അമ്മ, മോനെ കൊണ്ട് വന്ന് ചന്ദ്രരോഗം ബാധിച്ച് അവനെ തീയിലിട്ട് നുരച്ച് പതപ്പിച്ച് മകനെ കൊണ്ട് വന്ന അപ്പൻ, കുഷ്ഠരോഗിയായ എന്നെ സൗഖ്യമാക്കണേ എന്ന് വന്ന് മുട്ടുകുത്തിയ കുഷ്ഠരോഗി, വിധവയായ അമ്മ കുഞ്ഞിൻ്റെ മഞ്ചുമെടുത്ത് കരഞ്ഞുകൊണ്ട് വരുമ്പോൾ അതിനെതിരിട്ട് ആ മഞ്ചത്തെ തൊട്ട് കർത്താവ്, ഏക ആശ്രയമായ ഒരു സഹോദരൻ പോയി കഴിഞ്ഞപ്പോൾ 2 പാവം പിടിച്ച പെങ്ങന്മാരുടെ കരച്ചിൽ കണ്ടിട്ട് അവിടെ ചെന്ന് കൂടെ കരഞ്ഞ് ലാസറെ ഉയർപ്പിച്ച കർത്താവ്. ക്രിസ്തു 3.5 വർഷക്കാലത്തെ പരസ്യശുശ്രൂഷ. പക്ഷേ കർത്താവ് ഒരു കാര്യം ചെയ്തു, മനുഷ്യൻ്റെ ഈ ജീവിതത്തിൻ്റെ പ്രയാസം കാണുകയാണ്. സൺഡേ സ്കൂളിൻ്റെ പരീക്ഷ ഞങ്ങളുടെ ഒരു സഭയിൽ നടക്കുക. ഈ സംഭവം നടന്ന സംഭവം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മോന. അപ്പോൾ കൊച്ചു ക്ലാസ്സിൽ ചോദ്യമല്ലേ, എഴുത്തല്ലല്ലോ, ചോദിച്ചു. ലാസറിൻ്റെ വീട്ടിൽ യേശു വന്നിട്ട് എന്തോ ചെയ്തെന്ന് ചോദിച്ചു. കുരുന്ന മിടുക്കനാ, അവൻ ചാടി പറഞ്ഞു എന്തോ ചെയ്യാനാ, കയറി അങ്ങ് ഇടപെട്ടില്ലെന്ന് ചോദിച്ചു. അവനങ്ങ് ഇഷ്ടപ്പെട്ടു. ടീച്ചർ മാർക്ക് കൊടുത്താണ്. സത്യത്തിൽ ക്രിസ്തു ചെയ്ത് അത് തന്നെയാണ്. മനുഷ്യൻ്റെ പ്രശ്നങ്ങളിൽ എന്ത് ചെയ്തു? ഇടപെട്ടു. 3.5 വർഷക്കാലം. ഇന്നും കർത്താവിന് പ്രത്യേകതയുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും പേര് ഇവിടെ വന്നിരിക്കുക? എന്തുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുക? ഒരാളെക്കുറിച്ച് കേൾക്കാനാ? ആരെയാ? പ്രിൻസിപ്പാൾസ് വരുന്നതുകൊണ്ടല്ല നിങ്ങളിവിടെ വന്നത്. പ്രിൻസിപ്പാൾസൊക്കെ പറയാനുള്ളത് ഒറ്റ ആളെക്കുറിച്ചാണ്. എൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരാളുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരാളുണ്ട്, ഇടപെട്ടിട്ടുള്ള ഒരാളുണ്ട്, ഇനിയും ഇടപെടുന്ന ഒരാളുണ്ട്. കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരാളല്ല, കരയ്ക്ക് നിൽക്കുന്ന അഭിപ്രായം പറയുന്ന ഒരാളല്ല, ഇറങ്ങി ഇടപെടുന്ന ഒരു കർത്താവ്. കരമടിച്ചൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ പ്രശ്നങ്ങളും ഇടപെട്ടു അല്ലേ? മനുഷ്യരെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു കാര്യം നാളെ വിചാരങ്ങളാണ്. അതിനെല്ലാം ക്രിസ്തു ഉത്തരം പറയുകയാണ് മനുഷ്യൻ. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞു, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. എന്തുകൊണ്ടാണ് കർത്താവ് സമാധാനത്തിൻ്റെ പ്രഭുവാകുക? ഈ ലോക സമാധാനം നഷ്ടപ്പെടുത്തുന്നതെല്ലാം തന്നെ യുദ്ധങ്ങളാണ്. നമുക്കറിയാം, ഇന്ത്യ പാകിസ്ഥാൻ വാർ, ഇന്ത്യ കാർഗിൽ യുദ്ധം. ഇന്ത്യ ഇന്നും ഈ ഇന്ത്യയിൽ മേടിക്കുന്ന ആയുധങ്ങളുടെ
കാശുണ്ടെങ്കിൽ ബോംബെയിലെ ചേരികളിൽ കാണത്തില്ല, സ്ലമ്മുകളെല്ലാം മാറ്റാം. ബോംബെയിൽ ഒറ്റ ചേരി കാണില്ല. ആ കാശ് റീകൺവേർട്ട് ചെയ്ത് ചേരികളുടെ ഉദ്ധാരണത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ ചേരികൾ വേണ്ടി ഇല്ലാതെ വരും. പക്ഷെ നമുക്കങ്ങനെ ചെയ്യാനൊക്കെ ഇല്ല. അതിർത്തികൾ സംരക്ഷിച്ചേ ഒക്കത്തുള്ളൂ. അതിർത്തികൾ സംരക്ഷിക്കാനുള്ള തീവ്രയത്നത്തിലാണ് എല്ലാ രാജ്യങ്ങളും. ഹമാസ് ഇസ്രായേൽ യുദ്ധം എന്തുവാണേലും അതിർത്തിക്ക് വേണ്ടിയുള്ള യുദ്ധമാണ്. അത് അവരവരുടെ അതിർത്തി സംരക്ഷിക്കണം. ഉക്രൈൻ പിടിച്ചു നിൽക്കുകയാണ് റഷ്യക്ക് മുമ്പിൽ. എന്തിനാ കാര്യം? അതിർത്തി സംരക്ഷിക്കുവാൻ. അപ്പോൾ ഈ യുദ്ധങ്ങൾ മനുഷ്യൻ്റെ സമാധാനങ്ങൾ, ഒന്നാം ലോകമഹായുദ്ധം, രണ്ടാം ലോകമഹായുദ്ധം, കോടിക്കണക്കിന് പേരാ മരിച്ചത്. ഇപ്പം തന്നെ ഇസ്രായേൽ ഹമാസ് യുദ്ധം, എന്തുമാത്രം മനുഷ്യർ മരിക്കുന്നു. യുദ്ധങ്ങൾ മനുഷ്യരുടെ സമാധാനം കളയും. കൊച്ചുനാൾ മുതൽ. എന്നാൽ ഇപ്പം അതൊക്കെ കുറവാണ്. പണ്ടത്തെ സ്ഥിരം സംഭവമായിരുന്നു അതിരുവഴക്ക്. വാക്കത്തി എടുക്കുന്നു, വെട്ടുകുത്തി എടുക്കുന്നു, സ്ത്രീകൾ വരെ ഇറങ്ങുന്നു, പിള്ളേർ വരുന്നു. എന്താ അതിര്? ഇപ്പം അങ്ങനെ അതിരുവഴക്ക് കുറവാണ്. പണ്ടത്തെ മനുഷ്യർക്ക് മുഴുവൻ അതുപോലെ അപ്പുറത്തെ തോട് ഇങ്ങോട്ട് ഇറക്കി വെക്കും, ഇപ്പുറത്തെ തോട് അങ്ങോട്ട് ഇറക്കി വെക്കും. വെള്ളപ്പൊക്കം വരുമ്പോൾ എങ്ങോട്ടും പോകാൻ, വെള്ളത്തിന് പോകാൻ സ്ഥലമില്ലാതാകും. ആകെ പ്രശ്നമാണ്. അതിര് വഴക്കാണ്. പക്ഷേ വഴക്കുകളെല്ലാം അതിരിൻ്റെ വെളിച്ചത്തിലാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ രാജ്യം എന്തല്ല, ഐഹികമല്ല. ഞാൻ ഈ ഭൂമിയുടെ അതിരുകളിൽ വസിക്കുന്ന ഒരു രാജാവല്ല. പക്ഷേ എൻ്റെ ജനത്തിൻ്റെ ഹൃദയത്തിൽ വസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു രാജാവാണ്. അതുകൊണ്ട് തന്നെ ലോകമെമ്പാടും അതിരുകളില്ലാത്ത മിക്കവാറും മുഴുവൻ രാജ്യങ്ങളിലും പ്രശോഭിക്കുന്ന ഒരു വലിയ വ്യക്തിത്വമുണ്ട്. അത് ഞാൻ പ്രസംഗിക്കുന്ന ക്രിസ്തുവാണ്. എന്തുകൊണ്ടാണ്? അവൻ്റെ രാജ്യം എന്തല്ല, ഐഹികമല്ല. ഉറക്കെ ഒന്ന് സ്തോത്രം പറഞ്ഞേ. അതിരുകൾക്ക് കർത്താവിന് പ്രശ്നമില്ല. അതിരുകളുടെ പേരിൽ വഴക്കില്ല. എന്താ കാര്യം? അവിടുത്തെ രാജ്യം എന്തല്ല, ഐഹികമല്ല. രണ്ടാമത്തെ മനുഷ്യൻ്റെ സമാധാനം കളയുന്ന വലിയൊരു കാര്യമെന്ന് പറയുന്നത് നാളെ എന്ത് സംഭവിക്കും. നാളെ എന്ത് സംഭവിക്കും? നാളെ എന്ത് സംഭവിക്കും? ഭയങ്കര പേടിയാണ്. പണ്ടത്തെ ഒരു കഥയുണ്ട്, കേട്ടിട്ടുണ്ടായിരിക്കാം. പണ്ട് നാളി വല്യപ്പച്ചൻ പറഞ്ഞ് കഥയാ, മിക്കവരും കേട്ടിട്ടുണ്ട്. ആറിൻ്റെ അക്കരെ കൂടെ ഒരാൾ പോവുക. ആരാ? അന്ന് ഈ അയിത്തൊക്കെ ഉണ്ട്. വലിയ ഒരു സവർണായ ഒരാൾ ഓലക്കൂടെയൊക്കെ ചൂടി പോവുക. മുമ്പിൽ ഇങ്ങനെ ആൾക്കാർ ഹൂയ് ഹൂയ് ഒക്കെ വെച്ച് പോകുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഘോഷയാത്ര പോകുമ്പോൾ ഇങ്ങേ കരയിൽ ഒരു വീടിൻ്റെ കൊച്ചു മുറ്റത്ത് ഒരു പട്ടി ഒരു തുടലേ കിടന്ന് കുരയ്ക്കാൻ തുടങ്ങി. അപ്പുറത്തൂടെ ഹൂയ് ഹൂയ് പോകുമ്പോൾ കുരയ്ക്കുക. ഈ ഇങ്ങേരെന്തോ എന്നറിയാമോ? ഈ കുടയും ചൂടിയൊക്കെ പോയ ആൾ പുള്ളി കുടയുടെ ഓലക്കുടയെല്ലാം കൂടെ ചവിട്ടിയാൽ കളഞ്ഞിട്ട് കമ്പിങ് കയ്യിലെടുത്തു. അപ്പം ഇവർ ചോദിച്ചു, എന്താ ചെയ്തേ? എടോ, 6 പറ്റിപ്പോയി, തുടൽ പൊട്ടിപ്പോയ കടി പറ്റിയിരിക്കുമെന്ന് പറഞ്ഞു. സത്യമല്ലേ? 6 പറ്റണം, തുടൽ പൊട്ടണം, ഉറപ്പ്. എന്ത് പറ്റും? കടി പറ്റും. ഇത് തന്നെയാണ് മനുഷ്യൻ്റെ പ്രശ്നം. നാളെക്കുറിച്ച് എന്ത് പറ്റും? നാളെ എന്തോ സംഭവിക്കും? പിള്ളേർക്ക് എന്തോ ചെയ്യും? നാളെ എന്തോ ചെയ്യും? എങ്ങനെ പഠിക്കും? എങ്ങനെ കെട്ടിക്കും? എങ്ങനെ ഉണ്ണും? എങ്ങനെ ഉറങ്ങും? കർത്താവ് ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ നാളെക്കുറിച്ച് എന്ത് ചെയ്യരുത്. എന്നോ സത്യം അത്. നാളെക്കുറിച്ച് വിചാരമില്ലെങ്കിൽ സുഖമായിട്ട് കിടന്ന് എന്ത് ചെയ്യാം? ഉറങ്ങാം. ഇപ്പോൾ ഉറങ്ങാൻ വയ്യാത്ത എന്തുകൊണ്ടാണ്? നാളെക്കുറിച്ച് വിചാരമുള്ളത് കൊണ്ടാണ്. പണ്ടൊരു അപ്പച്ചന് എന്നും പോയി വാഴക്കൊല വെട്ടാ, കള്ളനെ കഴിച്ച് കാവൽ കിടക്കുക. അങ്ങനെയാണ് ഇരിക്കുമ്പോഴാണ് പുള്ളി ഒരു പ്രസംഗം കേട്ടു. ഇസ്രായേലിൻ്റെ പരിപാലകൻ അയങ്ങിയില്ല, ഉറങ്ങിയില്ല. അവിടെ ചെന്ന് ഉറക്കം വന്നപ്പം പുള്ളി കർത്താവ് പറഞ്ഞു, ഞാനും നീയും കൂടെ എന്തിനാ ഉറക്കളയ്ക്കുന്നത്? സത്യമല്ലേ? ഞാനും നീയും കൂടെ എന്തിനാ ഉറക്കളയ്ക്കുന്നത്? ഞാൻ ഉറങ്ങാൻ പോവാ കർത്താവ്. ഒരു കാര്യത്തിൽ ഉറങ്ങണമെങ്കിൽ ഒരു കാര്യം ഉറക്കപ്പാക്കണം. നാളെക്കുറിച്ച് വിചാരമില്ലാത്തവർക്ക് അല്ലെങ്കിൽ ഭാരപ്പെടാത്തവർക്ക് എന്ത് ചെയ്യാനൊക്കത്തുള്ളൂ. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം മനുഷ്യർക്ക് എന്തില്ല? ഇൻസോമാനിയ. ഒത്തിരി പേരുണ്ട്. പിൽസ് എടുത്താൽ ഉറങ്ങുന്നേ, പിൽസ് എടുത്താൽ എന്തെല്ലോ പ്രശ്നമാണ്. കൂർക്കം വലിക്കുന്നതിന് ആ മിഷൻ, വലിക്കാത്തതിന് ഈ മിഷൻ, ശ്വാസം നിൽക്കുന്നതിന് ആ മിഷൻ, എല്ലോ ലക്ഷങ്ങളാണ്. പക്ഷേ ഇതൊന്നുമില്ലാത്ത ഓരോരുത്തർ കിടന്ന് ഉറങ്ങും. എന്തുകൊണ്ടാ? ഞാനവൻ ഉള്ളം കയ്യിലിരിക്കിയാൽ ആരുമില്ല എനിക്ക് ദോഷം ചെയ്യുവാൻ. ഇന്നെനിക്ക് വന്ന് തൻഹിതമാണെന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? അറിയുന്നു. അപ്പം നാളെക്കുറിച്ച് വിചാരപ്പെടാതിരിക്കണമെങ്കിൽ ക്രിസ്തുവിലുള്ള ആശ്രയം കൊണ്ടേ ഒക്കത്തുള്ളൂ. കർത്താവ് പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അപ്പം നോക്കൂ, ക്രിസ്തു സമാധാന പ്രഭുവായ കർത്താവ് മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ ഇടപെട്ടു, രോഗത്തെ സൗഖ്യമാക്കി. അത്ഭുതങ്ങളിലേറെയും എന്തിനെ സൗഖ്യമാക്കിയായിരുന്നു? രോഗങ്ങളെ സുഖപ്പെടുത്തുകയായിരുന്നു. കാരണം മനുഷ്യൻ്റെ രോഗങ്ങൾ മനുഷ്യൻ്റെ പ്രശ്നങ്ങളാണ്. രണ്ടാമത്തെ മനുഷ്യൻ്റെ ഒരു വലിയ പ്രശ്നമാണ് മാനസികമായ സംഘർഷങ്ങൾ. ക്രിസ്തു ഗദരദേശത്തിലെ ഭൂതഗ്രസ്തനെ എന്താക്കി? സുഖപ്പെടുത്തി. ഭൂതങ്ങളെ ശാസിച്ചു.
മാനസിക പ്രശ്നങ്ങൾ ഇന്ന് കൂടുകയാണ്. നമുക്കറിയാം, കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ധാരാളം ആളുകൾക്കുണ്ടായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഡിപ്രഷൻ. ആൻറ്റി ഡിപ്രഷൻ ടാബ്ലറ്റ്സ് എടുക്കുന്നവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. പണ്ടത്തെ പോലെ അതൊരു രോഗമായിട്ടോ ഒരു വലിയ മലയായിട്ടോ ഒന്നും ആരും കാണാതെ ജീവിതത്തിൻ്റെ സാധാരണ, ഞാൻ ഈ ഒരു 2 ആഴ്ചക്കകത്ത് ഏറ്റവും മിനിമം ഒരു 5-8-10 പേരെയെങ്കിലും കണ്ടു നിരന്തരമായി വർഷങ്ങളായി ഡിപ്രഷന് ടാബ്ലറ്റ് എടുത്തുകൊണ്ട് നോർമൽ ലൈഫ് നയിക്കുന്നവർ. അവർക്ക് അക്സെപ്റ്റഡ് ആണ്. അപ്പോൾ മനുഷ്യ ജീവിതത്തിൻ്റെ വലിയൊരു പ്രശ്നമാണ് മനസ്സിൻ്റെ താളം തെറ്റുക എന്നുള്ളത്. പക്ഷേ ഇവിടെ കർത്താവ് ഹോളിസ്റ്റിക്കായിട്ട് മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ ഇടപെട്ടു. അവന് മനസ്സിന് താളം തെറ്റിയവരെ സുഖപ്പെടുത്തു. എന്തുകൊണ്ടാണെന്നറിയാമോ? കർത്താവിനെ ഭ്രാന്തെന്ന് വിളിച്ചു. ഈ പെന്തക്കോസ്ത് സമൂഹത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു മക്കളെ. മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ എവിടെയെങ്കിലും ഒരു ഭ്രാന്തനുണ്ടെന്ന്, ഭൂതം കയറിയെന്നൊക്കെ പറഞ്ഞാൽ അവിടെ പോയിരുന്നു ഉപവസിക്കും. അല്ല, കെട്ടിക്കൊണ്ടിട്ട് എന്നാലും എന്തു ചെയ്യും? പ്രാർത്ഥിക്കും. എൻ്റെ വീട്ടിൽ എനിക്ക് ഓർമ്മയുണ്ട് കെട്ടിക്കൊണ്ടിട്ട് ഉപവസിക്കുന്നത്. പിടിച്ച് കെട്ടി കൊണ്ടിട്ട് പ്രാർത്ഥിച്ച് ഭൂതങ്ങളെ ഇറക്കി വിട്ട് ആളുകൾ സ്വതന്ത്രരാകുന്നത് ഞാൻ എൻ്റെ കുഞ്ഞുനാളിൽ കണ്ടിട്ടുണ്ട്. ഒരു സംഭവം ഞാൻ മറക്കാത്തതുകൊണ്ട്, ഞാൻ പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്ന ഒരു ചെറുപ്പക്കാരൻ വല്ലാതെ വയലൻ്റായി. ആ വയലൻ്റായി ചെറുപ്പക്കാരനെ പിടിച്ച് കെട്ടുമ്പോൾ എനിക്കന്നൊരു പ്രായം 10 പിടിച്ച് കെട്ടിയ കൂട്ടത്തിൽ ഞാനുമുണ്ട്. ഞങ്ങൾ പിള്ളേരെല്ലാം കൂടി ആ പിടിച്ച് കെട്ടുന്നേ. പക്ഷെ പിടിച്ച് കെട്ടി അവിടെ ഇടുമ്പോൾ വലിയവായി കരയുന്ന പെങ്ങള് അടുത്ത് ഇപ്പുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, സ്വന്തം കൂടപ്പുറപ്പിനെ ഭ്രാന്തിളകി വയലൻ്റായി നിൽക്കുന്ന പെങ്ങളെ, സഹോദരനെ പിടിച്ച് കെട്ടുമ്പം നോവും. നമ്മൾ നാട്ടിലൊരു ചൊല്ലുണ്ട്, ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ച കാണാൻ രസമാണ് അല്ലേ? ആരാൻ്റെ അമ്മയ്ക്ക് വട്ട് പിടിച്ച രസമാണ്, അവനവൻ്റേത് വരുമ്പോഴല്ലേ അറിയത്തുള്ളൂ. പെങ്ങൾ ഇന്ന് കരയുന്ന എനിക്ക് ഓർമ്മയുണ്ട്. കാലം മുമ്പോട്ട് പോയി, ദൈവം ആ സഹോദരനെ സുഖപ്പെടുത്തി. ആ സഹോദരൻ കല്യാണം കഴിച്ചു, മക്കളുണ്ടായി, വർഷങ്ങൾ പോയി. ആ മക്കൾ പഠിച്ചു, മിടുക്കരായി, ബിരുദാനന്തര ബിരുദമെടുത്തു, ജോലിയായി. ദൈവകൃപയാൽ കല്യാണം കഴിപ്പിക്കാൻ നേരത്ത് ഞാൻ പാസ്സായി. ഞാനാണ് കല്യാണം നടത്തുക. കല്യാണം നടത്തുമ്പോൾ ആ മക്കൾക്കോ കല്യാണം കഴിച്ചവർക്കോ അവിടെ ഇരിക്കുന്നവർക്കോ ഒന്നും അറിയാത്തൊരു കാഴ്ച എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഈ കൊച്ചനെ, ഈ വലിയ അപ്പനെ ഞാൻ പിടിച്ചു കിട്ടുന്നു. ഞാൻ വിളിച്ചു വല്യപ്പനും വല്യമ്മച്ചയ്ക്കും, അപ്പനും അമ്മയ്ക്കും കൂടെ ഈ ഒരു സന്തോഷ നിമിഷങ്ങളിൽ ഇവിടെ അടുത്ത് വന്ന് നിൽക്കാം. പെണ്ണിൻ്റെ ചെറുക്കൻ്റെ അപ്പനും അമ്മയും അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ഈ അപ്പനെ ഞാൻ പിടിച്ചു കെട്ടിയതാണ്, അവർക്കറിയത്തില്ലെങ്കിലും. കാലം മുമ്പോട്ട് പോയി, ആ മക്കൾക്ക് മക്കളുണ്ടായി, അവരെ സമർപ്പിച്ചതും ഈ എളിയദാസന. ഞാൻ പറഞ്ഞു, വേണമെങ്കിൽ വല്യപ്പച്ചനും വല്യമ്മച്ചയ്ക്കും കൂടെ വരാം. അവരടുത്ത് വന്ന് നിൽക്കുമ്പോൾ ഞാൻ ഓർമ്മയുണ്ട്, ഈ വല്യപ്പനെ ഞാൻ പിടിച്ചു കെട്ടിയതാണ്. പക്ഷെ എൻ്റെ കർത്താവ് ഇടപെടുന്ന ദൈവമാണ്. എൻ്റെ കർത്താവ് ഇടപെടുന്ന ദൈവമാണ്. എൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയുക. ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്ന ക്രിസ്തുവിനൊരു പ്രത്യേകതയുണ്ട്. ഇടപെടും. പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ മാതാവേ, പ്രിയ പിതാവേ, പ്രിയ കുഞ്ഞെ, കൂടപ്പുറപ്പേ, എല്ലാ പ്രശ്നങ്ങളും എല്ലാത്തിലും ഇടപെടും. കയറി ഇടപെടും. ഒറ്റയ്ക്ക് വിടത്തില്ല, കൂടെ നിൽക്കും. കരമടിച്ചൊന്ന് സ്തുതിച്ചേ. മനസ്സുകൊണ്ട് എത്രയോ പ്രശ്നങ്ങൾ ഇടപെട്ടു. സാമ്പത്തിക പ്രശ്നങ്ങൾ ഇടപെടത്തില്ലേ? ഇടപെടും. ഹല്ലേലൂയ. നാളെ കരമടയ്ക്കണ്ടേ? അടയ്ക്കണം. അതുകൊണ്ട് തന്നെ ഇടപെടുകയാണ്. ആ ക്രിസ്തുവിൻ്റെ അടുത്ത ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട സംഭവം നമ്മൾ കാണുന്ന കഷ്ടാനുഭവമാണ്. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോവുകയാണ്. കഷ്ടാനുഭവത്തിൽ ക്രിസ്തു സംഭവത്തിൽ 3 കാര്യങ്ങൾ കാണാം. 1 ഗതസമനയാണ്, 2 പീലാത്തോസിൻ്റെ ഗബ്ബതയാണ്, 3 ഗാകുലത്തെയാണ്. ഈ 3 ജീവികൾ ഓർത്താൽ മതി. 1 ഗതസമനയാണ്, 2 ഗബ്ബതയാണ്, പീലാത്തോസിൻ്റെ കൽത്തളം, 3 ഗാകുലത്തെയാണ്. അപ്പോൾ ഈ ക്രാഡിൽ നിന്ന്, ഈ തൊട്ടിൽ നിന്ന് ക്രിസ്തു തൻ്റെ പരസ്യ സൃഷ്ടിയിലൂടെ വരുന്നത് ഈ ഒരു ക്രോസിലേക്കാണ്. ക്രോസിൽ 3 കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഗതസമനയിൽ ആരംഭിക്കുന്ന പീഡാസഹനം. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഗതസമനയുടെ പീഡാസഹനത്തെക്കുറിച്ച് നാം കാണുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാമത്തെ അധ്യായം. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാമത്തെ അധ്യായം, അതിൻ്റെ 40 മുതലുള്ള വാക്യങ്ങൾ. ആ സ്ഥലത്തെത്തിയപ്പോൾ അവൻ അവരോട്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ
പ്രാർത്ഥിപ്പീനെന്ന് പറഞ്ഞു. താൻ അവരെ വിട്ട് ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി, പിതാവേ, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം. ഗതസമ്മന. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അരുമരക്ഷകൻ കാലസമ്പൂർണതയിൽ നമുക്ക് വേണ്ടി പിറന്ന് കാലിത്തൊഴുത്തിലൂടെ പിന്നെ തൻ്റെ പരസ്യ ശുശ്രൂഷയിലൂടെ മനുഷ്യൻ്റെ പ്രശ്നങ്ങളെല്ലാം ഇടപെട്ട് ഇപ്പോൾ നമുക്ക് പുത്രത്വത്തിൻ്റെ അവകാശം തരുവാൻ ആ ക്രൂശിലെ പീഡാസഹനത്തിലേക്ക് വരികയാണ്. അവിടെ ഗതസമനയിലെത്തുന്നു. പക്ഷേ ആ രാത്രി കർത്താവ് അവരോട് പറയുക, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ എന്തു ചെയ്യണം? ഉണർന്ന് പ്രാർത്ഥിക്കണം. എല്ലാവരും പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ്. പരീക്ഷയിൽ എന്തു ചെയ്യരുതേ? അകപ്പെടരുത്. എന്താ അർത്ഥം? 3 തെറ്റുകൾ കാര്യങ്ങളുണ്ടെങ്കിലേ പരീക്ഷയിൽ തോക്കത്തുള്ളൂ. 1, ഒരു സമ്മർദ്ദം വേണം. ഏത് പാപത്തോടും അല്ലെങ്കിൽ ഒരു സമ്മർദ്ദം വേണം. 2, നമുക്കതിനോടൊരു സമ്മതം വേണം. 3, അതിനൊരു സാഹചര്യം വേണം. സാഹചര്യം, സമ്മർദ്ദം, സമ്മതം. മറക്കരുത്. സാഹചര്യം, സമ്മർദ്ദം, സമ്മതം. ഈ മനുഷ്യരുടെ ഒരു പ്രശ്നം, അവർക്ക് പലതിനോടും സമ്മർദ്ദവുമുണ്ട്, സമ്മതമുണ്ട്. സമ്മതമുണ്ട് ഇല്ലേ? ഉണ്ട്. എന്തുകൂടെ ഒത്താൽ മതി? സാഹചര്യം ഒത്താൽ മതി. നമ്മൾ ഈ ഉറക്കത്തിൽ എത്ര പ്രാവശ്യം ഭിത്തിക്കിട്ട് തൊഴിച്ചിട്ടുണ്ട്? ആരെയാ? നമുക്ക് ഇഷ്ടമില്ലാത്തവരെയാ. നൊന്തപ്പോഴാണ് അറിഞ്ഞത് ഭിത്തിയാണ്. എൻ്റെ ഒരു കൂട്ടുകാരൻ, അവൻ്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ്. അവന് പിണക്കമുള്ള ഒരാളെ അവൻ സ്വപ്നത്തിൽ ചാപട്ടി മലത്തി മണ്ടക്കറിയുന്നു തൊഴിച്ചു. പെണ്ണുമ്പിള്ളയുടെ വയറിന് ചത്തുപോയില്ലെന്നുള്ള കൊച്ച്. കാരണം അവൻ തൊഴിച്ചത് അതിനെയാണ്. പാവം, സ്വപ്നത്തിലാണ്, വേറെ ആരൻ്റെ തൊഴിച്ചതാണ്. അപ്പോൾ നമുക്ക് ഈ സമ്മർദ്ദമുണ്ട്, സമ്മതമുണ്ട്. എന്തുകൂടെ ഒത്താൽ മതി? അതാണ് രക്ഷപ്പെടേണ്ടത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, മക്കളെ വരുന്നുണ്ട് പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഞാൻ ചിലപ്പം ഫോൺ ചെയ്യും, കാലിച്ചിട്ട 2 പറഞ്ഞിട്ടേ ഉള്ളൂ. അങ്ങനെ ഉണ്ടൊരു കാര്യം. ഞാൻ ചോദിക്കട്ടെ, ദൈവകൃപ അവരെടുക്കത്തില്ല. അവർ 2-3 മണിക്കൂർ കഴിയുമ്പം തിരിച്ച് വിളിക്കും. പാസ്റ്റർ എന്തിനാ വിളിച്ചേ? കുഞ്ഞിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനാ. സന്തോഷമാണോ? ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. ദൈവകൃപ അന്നേരം എന്ത് ചെയ്തില്ല? എടുത്തില്ല. 2 മണിക്കൂർ കൊണ്ട് ഞാൻ ഓക്കെ ആയി. തമ്പുരാൻ എന്തോ ഒഴിവാക്കി? സാഹചര്യം. സാഹചര്യം. അതുകൊണ്ട് എന്നും പ്രാർത്ഥിച്ചോണം. എത്ര മിടുക്കനും, എൻ്റെ ദൈവമേ എന്നെ എന്തിപ്പെടുത്തരുതേ പരീക്ഷയിൽ. ഉറക്കെ പറഞ്ഞ് എന്തിപ്പെടുത്തരുതേ? പരീക്ഷയെപ്പെടുത്തരുത് അല്ലേ? എന്തിപ്പെടുത്തരുതേ? പരീക്ഷയെപ്പെടുക്കാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവർ പ്രാർത്ഥിച്ചില്ല. എന്നിട്ട് കർത്താവ് എന്ത് ചെയ്തു? ഒരു കല്ലേറ് ദൂരം വാങ്ങിപ്പോയി എന്ത് ചെയ്തു? മുട്ടുകുത്തി. കല്ലേറ് ദൂരം. ഗതസമന. കല്ലേറ് ദൂരം അവനവൻ്റെ ദൂരമാണ്. കല്ലേറ് ദൂരം ഒരു ഫ്രൈസാണ്. 2 വാഴപ്പാട്, 2 വണ്ടിപ്പാടെന്നൊക്കെ പറയുന്ന പോലെ അവിടുത്തെ ഒരു ഫ്രൈസാണ് കല്ലേറ് ദൂരം. പക്ഷേ കല്ലേറ് ദൂരം ചിന്തിച്ചാൽ ഓരോരുത്തരുടെയും ദൂരമാണ്. ആരോഗ്യമുള്ള ഒരാൾ കല്ലെറിഞ്ഞാൽ അങ്ങ് ദൂരെ ചെല്ലും. ഒരു കുഞ്ഞ് കല്ലെറിഞ്ഞാൽ ഇച്ചിരി ചെല്ലും. നല്ല വിറയ്ക്കുന്ന ഒരപ്പച്ചൻ ഒരു കല്ലെറിഞ്ഞാൽ ഇച്ചിരി ചെല്ലും. അപ്പം കല്ലേറ് ദൂരം ആരുടെ ദൂരമാണ്? അവരവരുടെ ദൂരമാണ്. ഒരു കാര്യം ഗതസമനെ കർത്താവ് ഉറപ്പ് കൊടുക്കുന്നു, ഇനി ഞാൻ എത്ര നാൾ നിങ്ങളുടെ കൂടുമെന്ന് എനിക്കറിയില്ല, പക്ഷേ നിൻ്റെ ദൂരത്താരുണ്ട്? ഞാനുണ്ട്. എൻ്റെ കർത്താവിനൊരു പ്രത്യേകതയുണ്ട്. ഗതസമന എനിക്ക് ഉറപ്പ് തരുന്നൊരു കാര്യം, എല്ലാവരുടെയും ദൂരത്തിൽ ആരുണ്ട്? കർത്താവുണ്ട്. ഉണ്ട്. എല്ലാവരുടെയും ദൂരത്തിലുണ്ട്. ഇല്ലേ? ആരുടെ ദൂരത്തിലാണ് ഇല്ലാത്ത? എല്ലാവരുടെയും ദൂരത്തിൽ ആരുണ്ട്? കർത്താവുണ്ട്. എല്ലാവരുടെയും ദൂരത്തിൽ കർത്താവുണ്ട്. നോക്കൂ, ഈ ക്രിസ്തു ജെറുസലേമിലേക്ക് വരികയാണ്. ജെറുസലേമിലേക്ക് വരുമ്പോൾ അവരെ കുരുത്തോല പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ രാജാവിൽ വിളിച്ച് ഹോശന്ന പാടി എതിരേക്കുകയാണ്. അതേ പ്രിയപ്പെട്ടവർ അടുത്ത ദിവസം അതേ ആഴ്ചയിൽ പറഞ്ഞു, നിന്നെ വേണ്ട, ആരെ മതി? ബറബാസിനെ മതി. പറഞ്ഞത് ആരാ? കഴിഞ്ഞ ഞായറാഴ്ച അവർ പറഞ്ഞു, ആരെ മതി? നിന്നെ മതി. ഹോശന്ന പാടിയവർ ഇന്ന് പറയുന്നു, നിന്നെ വേണ്ട, ആരെ മതി? ബറബാസിനെ മതി. സത്യമല്ലേ? ഇന്ന് വേണമെന്ന് പറയുന്നവർ നാളെ എന്ത് പറയും? വേണ്ടാന്ന് പറയും. ഞങ്ങളുടെ സമൂഹം ഉണ്ടല്ലോ, ഈ പാസ്റ്റർമാരുടെ സമൂഹം, അവിടെ എന്നുമുള്ളൊരു വേദനയാണ് ഇത്. ഇന്ന് വേണമെന്ന് പറയും. എൻ്റെ ഒരു സുഹൃത്തൊരു അച്ചായനുണ്ട്. അച്ചായൻ എന്നോട് ഇടയ്ക്കിടയ്ക്ക് ഉപദേശിക്കും, മോനെ നിന്നോട് ഭയങ്കര സ്നേഹമാണ്, അവിടെ ഇച്ചിരി കപ്പ വേയിച്ച, ഇച്ചിരി നല്ല ഭക്ഷണം വെച്ച നിങ്ങളൂടെ വന്നിട്ടേ കഴിക്കത്തുള്ളെന്ന് അവർ പറഞ്ഞാൽ ഒത്തിരി സന്തോഷിക്കല്ലേ. കാരണം അത് ഇറങ്ങുമ്പോൾ ഓർത്തോണം, അടുത്ത ദിവസം പറയും ഇങ്ങോട്ട് വഴിയേ വേണ്ടാന്ന് പറയും.
അന്നേരം ദുഃഖിക്കാതിരിക്കണമെങ്കിൽ ഇപ്പോൾ ഒത്തിരി എന്ത് ചെയ്യരുത്, സന്തോഷിക്കരുത്. സത്യമല്ലേ? നല്ല പോലെ കഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് പോയി ഒരു പ്രവർത്തനം തുടങ്ങി, എന്ത് പാടാ. പിന്നെ അവിടെ ആളായി, പിന്നെ വീടായി, പിന്നെ സ്ഥലമായി, ശവക്കോട്ടയായി, എല്ലാം ആകുമ്പോൾ അവർ പറയും ആര് പോരാ, പാസ്റ്റർ പോരാ. ചിലരെ വഴക്കിന് നിൽക്കത്തുള്ളൂ, ചിലരങ്ങ് പോവും, മിക്കവരും പോവും. പോകാൻ നേരത്ത് ആ രാത്രി കർത്താവരോടെന്ന് പറയും, എന്തിനാ കുഞ്ഞെ സങ്കടപ്പെടുന്നേ? എന്നോടും അവർ പറഞ്ഞു നിന്നെ വേണ്ട, ആരെ മതി, ബറബ്ബാസിനെ മതി. ആ കർത്താവ് നമ്മുടെ ദൂരത്ത് വരുന്നതുകൊണ്ടാണ് ശുശ്രൂഷ നിർത്താതെ മുമ്പോട്ട് പോകുന്നത്. എന്താ കാര്യം? എൻ്റെ ഗുരു പറയും, എന്നോടും പറഞ്ഞതാ വേണ്ടാന്ന്, പിന്നെ നിനക്കെന്താ സങ്കടം? എത്ര രാത്രികളിൽ വേണ്ടാന്ന് പറഞ്ഞെടുത്ത് എൻ്റെ അടുക്കൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എന്നെ നിനക്ക് വേണം, സങ്കടപ്പെടല്ലെന്ന്. കണ്ടോ? അവരുടെ ദൂരത്ത് ആര് വരും? കർത്താവ് വരും. ഇന്ന് ഡിവോഴ്സൊക്കെ നോർമലാകുകയാണ്. കാരണങ്ങൾ എന്തോ ആകട്ടെ, ഭയങ്കര മുറിവുകളാണ്. സ്നേഹിച്ച് കെട്ടിയവർ പേന കുത്തി കൈ കൊണ്ട് എഴുതി ഐ ലവ് യു എന്ന് എഴുതിയവർ ഇന്ന് വേണ്ടാന്ന് പറയുമ്പോൾ എന്തോ ചെയ്യും? കുടുംബ സദസ്സിൽ, കുടുംബാരോഗ്യ കോടതിയിൽ ഏതെങ്കിലും ഒത്തുപോകാൻ പഴുതുകളുണ്ടോ എന്ന് കൗൺസിലേഴ്സ് ചോദിക്കുമ്പോൾ ഈ ഇവളെ എനിക്ക് വേണ്ട, ഇവനെ എനിക്ക് വേണ്ട, ഇവൻ്റെ കൊണ്ടുള്ള ജീവിതം വേണ്ട, ഇവിടെ കൊണ്ടുള്ള ജീവിതം വേണ്ട എന്ന് പറയുമ്പോൾ ഒരാളെന്നും മുറിയും. ചിലപ്പം കുഞ്ഞുങ്ങളും കാണും. പക്ഷെ അവിടെ ഈ വേണ്ടപ്പെട്ടവർ വേണ്ട എന്ന് പറയുന്നവരുടെ ദൂരത്തൊരാൾ കാണും. എന്താ കാര്യം? എന്നോടും പറഞ്ഞു നിന്നെ എന്ത് ചെയ്യണ്ട, വേണ്ട എന്ന് പറയുന്നവരുടെ ദൂരത്ത് ആരുണ്ട്? യേശുവുണ്ട്. ഇന്നും പ്രിയരെ ഒരു കാര്യം ഓർക്കണേ, വിശപ്പെന്ന് പറയുന്ന ഇന്നും ഒരു സത്യമാണ്. നമ്മൾ ഈ വിശപ്പില്ലെന്നൊക്കെ പറഞ്ഞാലും വിശപ്പുള്ളത് സത്യമാണ്. ഇന്ത്യ അങ്ങനെ അല്ലെന്ന് പറയാം, ലോകം അങ്ങനെ അല്ലെന്ന് പറയാം. പക്ഷേ ഇന്നും അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം മാറാറായിട്ടില്ല. വിശപ്പൊരു സത്യമാണ്. എൻ്റെ ഒരു സുഹൃത്ത് തിരുവനന്തപുരത്ത് പലയിടത്ത് ബോഡി വെച്ചു, ആരും അറിയാതെ ഭക്ഷണം എത്തിക്കും. വിശക്കുന്നവർ വിളിക്കുക, വിളിച്ചതെല്ലാം വലിയ ആൾക്കാരെന്ന് അറിയപ്പെട്ടവരായിരുന്നു പണ്ട്. പക്ഷെ അവർക്ക് ഇരക്കാൻ അറിയില്ല, മോഷ്ടിക്കാൻ അറിയില്ല. ആരും അറിയാതെ വിളിച്ചെടുത്ത് ഭക്ഷണം കൊണ്ട് എത്തിച്ചപ്പോൾ പഴയ വലിയ തറവാടുകൾ, പട്ടിണിയൊക്കെ ഇന്നും ഒരു യാഥാർത്ഥ്യമാണ്. ഈ മനുഷ്യൻ്റെ വിശപ്പെന്നൊക്കെ പറയുന്നൊരു 10-30 വയസ്സിലേ ഉള്ളൂ. ഞാൻ ഇടലിമ്പി തീറ്റ മത്സരത്തിൽ സമ്മാനം മേടിച്ചിട്ടുണ്ട് പലവട്ടം. 30 അടിയിൽ എങ്ങോട്ട് പോകുന്ന അറിയത്തില്ല. ഞങ്ങളുടെ മാസികത്തിൻ്റെ തലേദിവസം ഒരു മത്സരം ഉണ്ടായിരുന്നു. കപ്പയും തലയും, അല്ലെ കപ്പ എല്ലും. കുന്ന് 1, കുന്ന് 2, കുന്ന് 3 എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ എല്ല് കൂട്ടുന്നേ. ഏറ്റവും കൂടുതൽ എല്ല് വരുന്നത് എൻ്റെ പാത്രത്തിലായിരുന്നു. കുന്ന് 1, കുന്ന് 2, ഒരു പ്രായ. ഇപ്പം നമ്മളതൊക്കെ കണ്ടാൽ വിറയ്ക്കും, കഴിക്കാൻ പാടാ. എൻ്റെ കൂടെ ഒത്തിരി പിള്ളേരുണ്ട് ഇപ്പോഴിച്ചിരി, എന്നാലും ഉണ്ട്, ഒത്തിരി പിള്ളേരുണ്ട്. ഒരു സമയത്തൊക്കെ ഈ എഡിഷൻ ഒക്കെ 10, 18 പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. നല്ല പിള്ളേന്മാരെല്ലാം നല്ല ചുരു പിള്ളേരാണ്. ഇവരെ കൊണ്ടൊക്കെ രാത്രിയിലൊക്കെ പോയി നോട്ടീസൊക്കെ ഒട്ടിച്ച് കൺവെൻഷനൊക്കെ എടുക്കാൻ എന്ത് ശ്രമദാനമൊക്കെ പോയിട്ട് വരും. പറയാം അച്ഛാ ചെലവ് ചെയ്യണം. ചെലവ് ചെയ്യാൻ നിർത്തിയാൽ ഉണ്ടല്ലോ, ദോശ മേടിച്ച് കൊടുത്താൽ മതി, 20 ദോശ, 4 ഡബിൾ ഓംലെറ്റ്. എന്നിട്ട് പറയാം ഒരു സിംഗിളൂടെ പോകുമെന്ന്. നമ്മൾ മയങ്ങിപ്പോത്തില്ലേ? കാണാൻ നല്ല രസമാണ് ഇത് കഴിക്കുന്നത്. അത് അവർ കഴിക്കും. എപ്പോഴാണ്? ആ പ്രായത്തിലേ കഴിക്കത്തുള്ളൂ. ആ പ്രായത്തിൽ വെറും 30 വയസ്സേ ഉള്ളായിരുന്നു. ഒരു ചെറുപ്പക്കാരൻ ഉപവാസം ഇരുന്നു 40 ദിവസം. എൻ്റെ കൂടെ ഒന്നിപ്പോൾ ഒരാൾ 40 ദിവസം പച്ചവെള്ളം മാത്രം കുടിച്ച് ഉപവസിച്ച് നിർത്തിയതേ ഉള്ളൂ. 40 ദിവസം ഉപവാസം ഇരുന്നു. 40 ദിവസം ഉപവാസം ഇരുന്നാൽ പിന്നെ കഴിക്കത്തില്ല കേട്ടോ. തോന്നല വല്ലതും വിശക്കൊന്നും ഇല്ല, കുടലെല്ലാം അങ്ങ് ചുരുങ്ങും. പെട്ടെന്ന് വല്ല ബിരിയാണിയൊക്കെ കഴിച്ചാൽ മയങ്ങിപ്പോവും. പിന്നെ എന്തോ ചെയ്യണം? ചൂട് കഞ്ഞി വേവിച്ച് ഇച്ചിരി കുടിക്കും, കുടൽ വികസിക്കണം. പക്ഷേ ഈ 30-കാരൻ ഉപവസിച്ച് കഴിഞ്ഞപ്പോൾ കഞ്ഞി കൊടുക്കാൻ അവിടെ ഒരു അമ്മച്ചി ഇല്ലായിരുന്നു. നാരങ്ങാ വെള്ളം കൊടുത്ത് അവസാനിപ്പിക്കാൻ ഒരു നേതാവും ഇല്ലായിരുന്നു. പിശാച് വന്ന് പറഞ്ഞ് കല്ലുകൊണ്ട് അപ്പം ഉണ്ടാക്കാൻ, കഞ്ഞി ഇന്നാ ദഹിക്കത്തില്ല, പിന്നെ കല്ല് ഇന്നാ ദഹിക്കുമോ? അതുകൊണ്ട് ഇന്നും വിശന്നവൻ്റെ ദൂരത്തൊരാൾ കാണും, അപ്പമായി വരും യേശു. വിശന്നവൻ്റെ ദൂരത്തവൻ കാണത്തില്ലേ? കാണും. കല്ലേറ് ദൂരത്ത് ക്രിസ്തുവുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പണമില്ലാത്തവൻ പിണമെന്ന് പറയും. ദീപസ്തംഭം മഹാശ്ചര്യം, എനിക്കും വേണം പണമാണ് എല്ലാം നിയന്ത്രിക്കുക. പണമില്ലാത്തവൻ എന്താ? അവൻ എല്ലായിടത്തും ഒറ്റപ്പെടും. പണമില്ലാത്തവൻ ചോദിച്ചാൽ ആരും കടം പോലും കൊടുക്കാൻ മടിക്കും.
പക്ഷേ ഇവിടെ നാളെ കരമടയ്ക്കേണ്ടെന്ന് ചോദിച്ചപ്പോൾ അടയ്ക്കാൻ പൈസയില്ല, അതുകൊണ്ട് നീ പോയിട്ട് ചൂണ്ടയിട്, അതിൻ്റെ വായിൽ ചതുരമ്മ പണം വരും, അതെടുത്ത് എൻ്റെയും നിൻ്റെയും കരമടയ്ക്കാൻ പറഞ്ഞ ഗുരു. ഒരു കാര്യം ഓർത്തോണേ, പണമില്ലാത്തവൻ്റെ ദൂരത്ത് അവനുണ്ട്, പണമില്ലാത്തവൻ്റെ ദൂരത്ത് അവനുണ്ട്. എന്താ കാര്യം? അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കർത്താവിനറിയാം. നല്ല സൗന്ദര്യമൊക്കെ ഉണ്ടായിരുന്നവർ പെട്ടെന്ന് വിരൂപരായി പോയാൽ, സ്വന്തം ഭാര്യയ്ക്ക് അഴകാർന്ന മുടി ഉണ്ടായിരുന്ന അവരുടെ ഏറ്റവും വലിയ സന്തോഷം കുളിപ്പിലൊക്കെ ഇട്ട് നല്ല മുടിയുള്ള ഭാര്യയും കൊണ്ട് ബുള്ളറ്റിൽ ഇങ്ങനെ പതുക്കെ പോകുന്നതായിരുന്നു അയാളുടെ ഏറ്റവും വലിയ സന്തോഷം. പക്ഷേ ഒരു ദിവസം ഒരു ബയോപ്സി, തടിപ്പ്, RCC, കീമോ തിരിച്ചു വന്നപ്പം മുടിയില്ല. ആദ്യം ചെയ്ത് ബുള്ളറ്റ് എടുത്ത് വിൽക്കുക. ഇനി എന്തിന് ബുള്ളറ്റ്? മുടിയില്ലാത്ത ഭാര്യയും കൊണ്ട് എവിടെ പോകാൻ? സോറിയാസിസ് വന്ന് വല്ലാതെ ബുദ്ധിമുട്ടിയ ഒരു കുഞ്ഞ്, അവൻ്റെ ദേഹത്തെല്ലാം ഇങ്ങനെ പരള പോലെ പൊങ്ങും. ഞാനൊരു സദസ്സിൽ ഒരു ഡിന്നർ നടക്കുക, ഇവിടെ ഈ കുഞ്ഞിരിപ്പുണ്ട്. പക്ഷെ ആ കുഞ്ഞിനെ ചൊറിഞ്ഞപ്പോൾ അവനിങ്ങനെ ചൊറിഞ്ഞു, അവൻ്റെ ദേഹത്തുനിന്ന് ഇങ്ങനെ പരള പോലെ പറന്നപ്പോൾ അവൻ്റെ അപ്പൻ അവനെ കോർഡറിലോട്ട് വലിച്ചോട്ട് പോയി നല്ല പിച്ചു കൊടുക്കുന്നു. കാരണം എല്ലാവരും അവനെ നോക്കിയില്ലേ, ആ കുഞ്ഞെന്ത് പിഴച്ചു. പക്ഷേ ഈ വിരൂപപ്പെട്ടു പോകുമ്പോൾ കീമോ ഒക്കെ എടുത്ത് മുടിയൊക്കെ പോയവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കല്യാണത്തിന് പോവാം, നടക്കാൻ പോവാം, യോഗത്തിന് പോവാം, ഇങ്ങനെ ഇരിക്കരുത്, എന്നെ ഇങ്ങനെ ആരും കാണണ്ട, എനിക്ക് ആരുടെയും സഹതാപവും വേണ്ട. പക്ഷെ അവർ കണ്ണാടി ചെന്ന് നോക്കുമ്പം അവിടെ ഒരാളെ കാണാം, എന്തൊരു സുന്ദരനായിരുന്നു, വെണ്മയും ചുമപ്പും. പക്ഷേ ഗതസമന, ഗബ്ബത, ഗാകുലിത്ത, വീണും എഴുന്നേറ്റും പോയപ്പോൾ പലപ്പോഴും മുഖം അടിച്ചു വീണു, മുഖത്തുനിന്ന് അവർ രോമം പിഴുതെടുത്തു. ഇന്നവനെ കണ്ടാൽ ആളറിയത്തില്ലാത്ത പോലെ വിരൂപനായി വൈരൂപപ്പെട്ടു പോയ മനുഷ്യരുടെ ദൂരത്തിൽ ഒരാളുണ്ട്, ക്രിസ്തു. എനിക്കറിയാവുന്ന കർത്താവ് എല്ലാവരുടെയും ദൂരത്തുണ്ട്. പക്ഷെ ഈ ദൂരത്ത് നിൽക്കുന്ന കർത്താവിനൊരു പ്രത്യേകതയുണ്ട് പ്രിയരെ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കും. കല്ലേറ് ദൂരത്തുള്ള കർത്താവ് ഹൃദയം നുറുങ്ങുമ്പോൾ ഇങ്ങനെ അടുത്തു വരും. ഈ രാത്രി ഇടപെടുന്ന കർത്താവ്, കല്ലേറ് ദൂരത്തുള്ള കർത്താവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി ഈ രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ഈ ദേശത്തുള്ള പ്രിയപ്പെട്ടവരെ, ഈ രാത്രി എനിക്ക് പ്രസംഗിക്കാൻ ഒറ്റയാളേ ഉള്ളൂ. ഞാൻ കണ്ടൊരു കർത്താവ് കല്ലേറ് ദൂരത്തുണ്ടായിരുന്നു. പക്ഷേ എപ്പോഴെല്ലാം എൻ്റെ ഹൃദയം നുറുങ്ങിയിട്ടുണ്ടോ അവൻ എൻ്റെ അടുത്ത് വരും. കുരിശും നിജത്തോളിലെടു തൊരുവൻ ഗിരിമേ കയറി പോകുന്ന കുരിശും നിജത്തോളിലെടു തൊരുവൻ ഗിരിമേ കയറി പോകുന്ന സത്ര ഉടമ പറയുക സ്ഥലമില്ല. പക്ഷെ കന്നുകാലികൾ പറഞ്ഞു, ഞങ്ങൾ മാറിയും തിരിഞ്ഞ് നിൽക്കാം, ഇവിടെ കിടക്ക്. ആട്ടിയുടെ വരെ അവിടെ വന്നു കിടക്കുന്ന വിദ്വാൻമാർ വന്നു. പക്ഷെ ഹെരോദാവ് പറഞ്ഞു, കൊല്ലാം. നാടകത്തിലെ ബുദ്ധി വൈകല്യമുള്ള വാലസ് പറയുന്നു, എൻ്റെ വീട്ടിലിടമുണ്ട്. ഇടം കിട്ടാതെ പോയ ഒരുവൻ എന്തിനാ വന്നേ? അവനീശസുധൻ മാകി മോന്നതനാം അവനീശ്വരനിൽ ബഹുവന്നിധന അവനീശസുധൻ മഹിമോന്നതനാം അവനീശ ദാനിയേലേ ബഹുവന്നിധനാമവനീ വിധവേള സമാന ഈ രാത്രി
ഞാൻ പറയുന്ന ഈ കർത്താവ്, ഞാൻ ഈ ദേശത്തിന് പരിചയപ്പെടുത്തിയ കർത്താവ് നിങ്ങൾക്ക് അന്യനല്ല. പക്ഷെ പറഞ്ഞതെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പറഞ്ഞേ. എൻ്റെ പ്രശ്നത്തിൽ ഇടപെട്ട കർത്താവ്. എൻ്റെ അമ്മച്ചിക്ക് ക്യാൻസറായപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന കർത്താവ്, എൻ്റെ സകല പ്രശ്നങ്ങളിലും ഇടപെട്ട് കർത്താവ്. ഇന്നും മനുഷ്യൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന കർത്താവ്. ഗതസമനയിൽ കല്ലേറ് ദൂരത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ച കർത്താവ്, ഹൃദയം നുറുങ്ങുമ്പോൾ അടുത്ത് വരുന്ന കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് മുതൽ വലിയവർക്ക് വരെ തൊടാവുന്നൊരു പാകത്തിൽ, കുഞ്ഞുങ്ങൾക്ക് മുതൽ വലിയവർക്ക് വരെ സ്പർശിക്കാവുന്ന പാകത്തിൽ, ദൂരത്തിൽ എൻ്റെ കർത്താവ് വന്നിട്ടുണ്ട്. ഉറപ്പാണ്. കാരണം അങ്ങ് പറഞ്ഞു, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ നടുവിൽ കാണും. ആ യേശു ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റെ പ്രശ്നത്തെ ഇടപെടണമേ. ഞാൻ ആ ബാലസിനെ പോലെ പറയുന്നു, ഇന്ന് രാത്രി എൻ്റെ വീട്ടിലിടവുണ്ട് കർത്താവേ, എൻ്റെ ഹൃദയത്തിലിടവുണ്ട്. കുറച്ചുകൂടെ വിശാലപ്പെട്ടൊരിടം അങ്ങയ്ക്ക് വേണ്ടി ഒരുക്കാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ പ്രശ്നത്തെ ഒന്ന് ഇടപെടണേ, എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിലൊന്ന് ഇടപെടണമേ. അങ്ങനെ ആഗ്രഹിക്കുന്ന, അങ്ങനെ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമേ. ഈ രാത്രി എൻ്റെ ഈ പ്രശ്നത്തെ ഒന്ന് ഇടപെടണമേ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്. ഗതസമന മുതൽ അവിടുന്ന് പറയുന്നു, ഞാനുണ്ട് നിൻ്റെ പ്രശ്നത്തിൽ, ഞാൻ നിൻ്റെ ദൂരത്തുണ്ട്, നിൻ്റെ ദൂരത്ത് ഞാനുണ്ട്. നമ്മുടെ ദൂരത്ത് കർത്താവുണ്ട് പ്രിയരെ, നമ്മുടെ ദൂരത്ത് കർത്താവുണ്ട്. നമുക്കിന്ന് ഉയർത്താൻ വേറെ ആളില്ല, കർത്താവേ ഉള്ളൂ. എല്ലാവിടെയും ദൂരത്ത് യേശുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വലിയവിടെ വരെ ദൂരത്ത് യേശുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളുടെ മുതൽ വലിയവരുടെ ദൂരത്ത് വരെ യേശുണ്ട്. ഞാൻ എപ്പോഴും പറയാൻ ഇഷ്ടപ്പെടുന്നൊരു കാര്യമുണ്ട്. ഗതസമനയിലേക്ക് വരുന്നതിന് മുമ്പ് ജെറുസലേമിലേക്ക് കർത്താവ് വരുമ്പോൾ കഴുതപ്പുറത്താണ് വന്നേ. ഞാൻ പലപ്പോഴും എൻ്റെ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാ കഴുതപ്പുറത്ത് വന്നേ? കർത്താവ് പറഞ്ഞ മറുപടി, ഞാൻ കുതിരപ്പുറത്താണ് വന്നിരുന്നെങ്കിൽ കുതിര പതുക്കെ പോകുമ്പോൾ ഉപ്പ് കത്തണേ ഓടണം. അപ്പം കുതിര ഓടിയാലോ? കുതിര ഓടിയാൽ തളർന്നു പോയവരെങ്ങനെ ഓടിയെത്തും? കുതിര ഓടിയാൽ ക്ഷീണിച്ചവരെങ്ങനെ എത്തും? ഇത് മിടുക്കരുടെ ലോകമാണ്. എല്ലാവരും A+കാരാ, എല്ലാവരും മിടുക്കരാ. പക്ഷേ ഇതിനിടയ്ക്ക് ഇച്ചിരി സ്ലോയായി പോയവരുണ്ട്. അവരുടെ ദൂരത്തും ഒരാളുണ്ട്, പതുക്കെ വരുന്ന യേശു. അവൻ പിൻപനെ മുൻപനാക്കാൻ, ജ്ഞാനികളെ രചിപ്പിപ്പാൻ, പോഷത്വമായി തിരഞ്ഞെടുക്കാൻ ക്രിസ്തു അവരുടെ ദൂരത്തുണ്ട്. കണ്ണടച്ച് പ്രാർത്ഥിച്ച് എല്ലാവരും പൂർണ്ണ ഏകാഗ്രതയിൽ സകല ജീവിത പ്രശ്നങ്ങളെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട്